ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവവചന പഠനത്തിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 6 ക്ലാസ്സുകളും നമുക്ക് വളരെ അനുഗ്രഹപ്രദമായിട്ട് മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. ഒരുപാട് ആളുകൾ യൂട്യൂബിൽ കണ്ടിട്ട് അവര് അഭിനന്ദനം അറിയിക്കുകയും അവർ ആ ക്ലാസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്നല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവര് നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതേ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റില് ഓൺലൈൻ ബൈബിൾ ക്ലാസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് എല്ലാ ക്ലാസ്സുകളും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എന്ന സബ്ജക്റ്റിലുള്ള എല്ലാ ക്ലാസ്സുകളും ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റ് പല പ്ലേലിസ്റ്റുകളുണ്ട്. ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞ് മറ്റ് പല പ്ലേലിസ്റ്റുകളുണ്ട്. അതൊക്കെ ഓരോ സബ്ജക്ട് ബേസിൽ എടുത്തിരിക്കുന്ന ക്ലാസ്സുകൾ മാത്രമാണ്. എന്നാൽ ഈ ക്ലാസ്സുകളാണ് ഓൺലൈൻ ബൈബിൾ ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 35-ാമത്തെ അധ്യായം വരെയാണ് 35-ാമത്തെ അധ്യായം വരെയാണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കാനിടയായി തീർന്നത്. യാക്കോബിന്റെ ചരിത്രം പഠിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങള്, അദ്ദേഹം കാണിച്ച കള്ളത്തരങ്ങള്, അതിലൂടെ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങള്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ 37-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. 36-ാം അധ്യായം ഒരു വംശാവലിയുടെ അധ്യായമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് അതിൽ നിന്ന് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ആ അധ്യായങ്ങൾ നിങ്ങൾ അതാത് ദിവസം തന്നെ നിങ്ങൾ വായിച്ചാൽ നിശ്ചയമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സുകൾ കുറച്ചുകൂടെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുകൂടെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ 37-ാം അധ്യായം മുതലാണ് ഇന്ന് നമ്മൾ 7ാമത്തെ ക്ലാസ്സിൽ 37-ാം അധ്യായം മുതലാണ് നമ്മൾ പഠിക്കുന്നത്. 37-ാം അധ്യായത്തിലെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ജോസഫിന്റെ ജീവിതമാണ്. ജോസഫിനെ കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ. ജോസഫിനെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ പലയിടത്തുനിന്ന് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ആ ജോസഫിന്റെ ചരിത്രമാണ് നമ്മൾ ഇന്ന് 37-ാം അധ്യായം മുതൽ പഠിക്കാനായിട്ട് പോകുന്നത്. യാക്കോബിന്റെ 12 മക്കളിൽ 11-ാമനായിരുന്നു യോസഫ്. യാക്കോബിന് 12 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 11-ാമനായിരുന്നു യോസഫ്. ഇവിടെ യാക്കോബ് തന്റെ പിതാവിനോട് ചെയ്ത അതേ തെറ്റ്, അല്ലെങ്കിൽ യാക്കോബിനോട് പിതാവ് ചെയ്ത അതേ തെറ്റ് വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവൻ യോസഫിനോട് പക്ഷപാതം കാണിക്കുകയാണ്. ഇതേ സംഭവം തന്നെയാണ് യാക്കോബിന്റെ പിതാവ് യാക്കോബിനോട് കാണിച്ചത്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുക. കണ്ടോ, ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാം. മാതാപിതാക്കളുടെ സ്വഭാവം എന്തോ അതായിരിക്കും മക്കളിലേക്ക് വരുന്നത്. മാതാപിതാക്കൾ എങ്ങനെയാണോ മക്കളെ വളർത്തുന്നത് അതുപോലെ ആയിരിക്കും മക്കളുടെ സ്വഭാവവും രൂപീകൃതമാകുന്നത് എന്നുള്ളത് നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു. പിതാക്കന്മാർ ചെയ്തു വന്നത് വീണ്ടും വീണ്ടും തലമുറകൾ ആവർത്തിച്ച് വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുവാനിടയായി തുടങ്ങും. ഇവിടെയും അത് തന്നെയല്ലേ സംഭവിക്കുന്നേ? നോക്കൂ, ഈ യാക്കോബിന് യോസഫിനോടൊരു പ്രത്യേക സ്നേഹം. യോസഫിനോട് അവൻ പക്ഷപാതം കാണിച്ചു. 37-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. അതായത് യാക്കോബ് യോസഫിനെ അധികം എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഒരുപാട് സ്നേഹം
കാണിച്ചു എന്ന് 3-ാം വാക്യത്തില് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു നിലയങ്കി ഉണ്ടാക്കി അവന് കൊടുത്തു. യോസഫിന്റെ പിതാവ് യാക്കോബ് ഒരു നിലയങ്കി ഉണ്ടാക്കി യോസഫിന് കൊടുത്തു. കാരണം എന്താ? യോസഫിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യത്തിലെ സന്തതി എന്നുള്ള നിലയിൽ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. നിങ്ങളുടെ മക്കളിൽ ഒരാളെ നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം അയാൾക്ക് ഒരു പാരിതോഷികം മറ്റാർക്കും നൽകാതെ നൽകുക എന്നുള്ളതാണ്. പണ്ടത്തെ കാലഘട്ടം നമുക്കറിയാം, 10 മക്കള്, 15 മക്കള്, 12 മക്കള് ഒക്കെയുള്ള വീടുകളാണ് സാധാരണയുള്ളത്. ഈ പേരൻസിന് ചില മക്കളോട് പ്രത്യേകമായ ചില സ്നേഹങ്ങൾ കാണും, പ്രത്യേകമായ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ കുട്ടിയോട് അല്ലെങ്കിൽ ഈ മോനോ മോളോ ആയിക്കൊള്ളട്ടെ, അവരോട് പ്രത്യേകമായ ഒരു അസൂയ, ഒരു വൈരാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിന് കാരണമായി തീരും. അതിന്റെ നല്ലൊരു ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രത്യേകമായ ഒരു പാരിതോഷികം മറ്റാർക്കും നൽകാത്തത് യോസഫിന് നൽകി എന്നുള്ളതാണ്. തന്റെ പിതാവിന്റെ ഭവനത്തിലെ പക്ഷപാതം യാക്കോബ് മുൻപ് കണ്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് യാക്കോബ് തുടർന്നു വന്നത്? യാക്കോബ് തുടർന്നു വരാൻ കാരണം യാക്കോബിന്റെ വീട്ടിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അവിടെ യാക്കോബും ഏശാവും തമ്മില് ഈ മാതാപിതാക്കൾ ഓരോ മക്കളെ അങ്ങ് എടുത്തു. അപ്പൻ ഒരു മകനെ സ്നേഹിക്കുന്നു, അമ്മ വേറൊരു മകനെ സ്നേഹിക്കുന്നു. അവിടെ ഒരു പക്ഷാഭേദം നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പക്ഷപാതം തന്നെയാണ് യാക്കോബ് ആവർത്തിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? യോസഫിന്റെ 10 ജ്യേഷ്ഠന്മാർക്കും അവനെ കൊല്ലാൻ തക്കവണ്ണം അവനോട് അസൂയുണ്ടായി. ഈ അപ്പന് ഏറ്റവും പ്രിയപുത്രനായ യോസഫിനോട് അവർക്ക് ഭയങ്കര വൈരാഗ്യം ഉണ്ടായി. പക്ഷപാതം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മാതാപിതാക്കളുടെ ഒരു കുട്ടിയെ മറ്റു കുട്ടിയുടെ മുൻപിൽ വെച്ച് പ്രശംസിച്ചാൽ എന്താണ് ഫലം? തുടർന്നുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ മറ്റു കുട്ടികൾ ആ പരിഗണന ലഭിച്ച കുട്ടിയുടെ ശത്രുക്കളായി തീരും. അതൊരു വലിയ പ്രശ്നമാണ്. ഇന്ന് സ്കൂളുകളിൽ പോലും കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കൊലപാതകം തന്നെ നടന്നത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അതിന്റെ കാരണം എന്താണ്? ആ കുട്ടി അവരുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്താണ് ഇവന്റെ പേരൻസ് എപ്പോഴും ഇവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൈരാഗ്യം ആരോടുണ്ടായി? ഈ പഠിക്കുന്ന കുട്ടിയോടുണ്ടായി. ആ പാവം പിടിച്ച കൊച്ചൻ ഇതൊന്നും എന്ത് ചെയ്തില്ല, അറിഞ്ഞിട്ടേ ഇല്ല. ഇവന്റെ വീട്ടിൽ എപ്പോഴും മാതാപിതാക്കള് ഇവനെ വഴക്ക് പറയുന്നത്, ഇവനെ കമ്പാരിസൺ നടത്തുന്നത് ഇവന്റെ ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിയെ വെച്ച. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവൻ ആ കുട്ടിയോട് ഭയങ്കര വൈരാഗ്യമായി. ആ കുട്ടിയെ ഉപദ്രവിച്ചു, ആ കുട്ടിയെ കൊന്നുകളയാനിടയായി തീർന്നു. അല്ലെ? ഇതൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ കുട്ടികളെ പോലും മറ്റൊരാളെ വെച്ച് നമ്മൾ കമ്പാരിസൺ നടത്തരുത്, കമ്പയർ ചെയ്യരുത്. മാത്രല്ല ഒരു നമ്മുടെ കുട്ടികളുടെ ഇടയിൽ തന്നെ നീ അവനെ കണ്ടോ, അവൻ നിന്നേക്കാളും നല്ലതാണ്, അവനെ കണ്ടോ, അവനെയാണോ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇങ്ങനെ ഉള്ള സംസാരം പോലും ഇവര് തമ്മിലുള്ള വൈരാഗ്യ ബുദ്ധിക്ക് കാരണമായി തീരും. ഇവിടെ നോക്കൂ, യോസഫിന്റെ 10 ജ്യേഷ്ഠന്മാരും യോസഫിനെതിരായി. അതിന്റെ കാരണം എന്താണ്? അപ്പന് പ്രത്യേകമായ സ്നേഹം യോസഫിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ബുദ്ധിശൂന്യരായ മാതാപിതാക്കൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അപകടകരമായ കാര്യമാണിത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയ്ക്കുമുള്ള മുന്നറിയിപ്പ് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. എല്ലാ മേഖലകളെക്കുറിച്ചും ഇത് സംസാരിക്കും, ദൈവവചനം സംസാരിക്കും. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറകളെ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച്, സാമൂഹികപരമായി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച്, ആത്മികപരമായി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, ദൈവസഭയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, ദേശത്ത് നമ്മൾ എങ്ങനെ പാർക്കണം എന്നുള്ളതിനെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ തരുന്ന ഒരേ ഒരു മതഗ്രന്ഥം എന്ന് പറയാം വിശുദ്ധ വേദ പുസ്തകം. ഹല്ലേലൂയ! ഈ പുസ്തകം വിശ്വസിക്കാൻ, ഈ പുസ്തകം എടുക്കാൻ
ദൈവം നമുക്ക് ഭാഗ്യം തന്നത് എത്ര വലിയ ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. എല്ലാ മേഖലകളെക്കുറിച്ചും ഈ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മടങ്ങി വരാം. 37 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ യോസേഫിന്റെ ജ്യേഷ്ഠന്മാർ അവനെ കൊല്ലുന്നതിന് പദ്ധതിയിടുന്നത് നാം വായിക്കുന്നുണ്ട്. എന്നാൽ പരമാധികാരിയായ ദൈവം ഒരു സഹോദരനിലൂടെ ആ പദ്ധതിക്ക് മാറ്റം വരുത്തി. ഇവരുടെ ആഗ്രഹം എന്തായിരുന്നു? ഇവരുടെ ശ്രമം എന്തായിരുന്നു? യോസഫിനെ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു. എന്നാല് ദൈവത്തിന്റെ പദ്ധതി നോക്കണം. ആ കൂട്ടത്തില് ഒരുവനിലൂടെ ആ തീരുമാനത്തിനൊരു മാറ്റം ഉണ്ടാക്കുകയാണ്. യോസഫിനെ ആ സമയം അതുവഴി കടന്നുപോയ അടിമ കച്ചവടക്കാർക്ക് വിൽക്കുന്നതിന് അതിടയായി തീർന്നു. അവനെ കൊല്ലണ്ട, നമുക്ക് വിറ്റുകളയാം. അങ്ങനെ അതുവഴി കടന്നുപോയ അടിമ കച്ചവടക്കാർക്ക് വിൽക്കാനിടയായി തീർന്നു. അടിമ കച്ചവടക്കാരെ അപ്പോൾ ആ വഴി അയച്ചത് ആരാണ്? കണ്ടോ, ദൈവത്തിന് ഒരു വ്യക്തിയുടെ മേൽ പദ്ധതി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ രക്ഷിക്കാൻ ദൈവം അടുത്ത ഒരു വഴി തുറക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ അടിമക്കച്ചവടക്കാർ എപ്പോഴും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമൊന്നും അല്ലത്. അടിമക്കച്ചവടക്കാരെ അപ്പോൾ അവിടെ കൊണ്ടുവന്നത് ആരാണ്? അത് ദൈവം തന്നെയാണ്. ആ ഇസ്മായേല്യ കച്ചവടക്കാരുടെ യാത്രാ സമയം കൃത്യമായി യോസഫിനെ കൊല്ലുവാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ആകണമെന്ന് ദൈവം നിശ്ചയിച്ചു. കണ്ടോ, ദൈവത്തിന്റെ പ്ലാൻ എത്ര വലിയതാണെന്ന് നോക്കിക്കേ. നമുക്കെതിരെ ശത്രു ഒരു പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ അവൻ ആ പദ്ധതി ഒരുക്കേണ്ട സമയം പോലും ദൈവമാണ് നിശ്ചയിക്കുന്നത്. ദൈവം നിശ്ചയിക്കും. കാരണം ഈ ഒരു സമയത്ത് ഇവർ ഈ പദ്ധതി ഇട്ടെങ്കിലേ ദൈവത്തിന് യോസഫിനെ കുറിച്ചുള്ള പദ്ധതി നിർവഹിക്കപ്പെടുകയുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ. ചിലര് നമുക്കെതിരാകില്ലേ? ചില വ്യക്തികൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കത്തില്ലേ? ചിലർക്ക് ഭയങ്കര ദേഷ്യമാണ് നമ്മളോട്. ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതപ്പോഴൊന്നും നമ്മൾ അറിയത്തില്ല. യോസഫിന് അപ്പോൾ അറിയാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അതറിയേണ്ടിയിരുന്നതിന് എത്ര വർഷങ്ങൾ അവൻ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ പിൽക്കാലത്ത് അവൻ ഒരു കാര്യം മനസ്സിലായി. അന്ന് അടിമക്കച്ചവടക്കാർ അതുവഴി വന്നതും ഞാൻ പൊട്ടക്കണത്തി വീണതും പോത്തിഫറിന്റെ ഭവനത്തിൽ പോയതും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതുമെല്ലാം ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു എന്ന് യോസഫ് പിന്നീടാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇന്നൊരു ദൂതൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളും നിങ്ങളുടെ പ്രൊമോഷനിലേക്ക് നിങ്ങളെ നടത്തുന്നതാണെന്ന് നിങ്ങൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് ഇന്ന് കാണുന്ന പ്രതിസന്ധികളെ നോക്കി അയ്യോ എല്ലാം അവസാനിച്ചെന്ന് പറയരുത്. ഒന്നും അവസാനിച്ചിട്ടില്ല. ഇത് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു ട്രയൽ മാത്രമാണ്. ഇതിനപ്പുറത്താണ് ഏറ്റവും ശ്രേഷ്ഠമായതും മഹത്തരമായതും വെളിപ്പെട്ടു വരാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അടിമ കച്ചവടക്കാരെ ആ വഴി അയച്ചത് ആരാ? ദൈവം തന്നെയാ. കൃത്യമായ സമയത്ത് യോസഫിനെ കൊല്ലാൻ അവർ തീരുമാനിച്ച അതേ സമയത്ത് തന്നെ അവർ അതുവഴി വരണമെന്ന് ദൈവം നിശ്ചയിച്ചു. മാത്രല്ല, ആ ഇസ്മായേലിയർ പോകുന്നത് ദൈവം യോസഫിനെ അയക്കാൻ തീരുമാനിച്ചിരുന്ന ഈജിപ്തിലേക്ക് തന്നെയായിരുന്നു. ദൈവത്തിന്റെ വഴികൾ നോക്കിക്കേ. ദൈവം യോസഫിന് കൊടുത്ത വാഗ്ദത്തം എന്താണ്? ആ വാഗ്ദത്ത നിവൃത്തിയിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ. അപ്പോൾ അവരെ തന്നെ അവിടെ എത്തിക്കുന്നത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. യോസഫിന്റെ ജീവിതത്തിൽ പരമാധികാരിയായി ദൈവത്തിന്റെ ആവർത്തിച്ചുള്ള ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആർക്കും അത് തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല. ബുദ്ധിശൂന്യനായി പ്രവർത്തിച്ച ഒരുപക്ഷെ നിങ്ങളുടെ പിതാവിനോ അസൂയ നിറഞ്ഞ സഹോദരന്മാർക്കോ ആർക്കും സാധിക്കില്ല. അതാണ് നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിനൊരു പദ്ധതി നമ്മുടെ മേലുണ്ടെങ്കിൽ ആ പദ്ധതിയെ തകർക്കാൻ നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമ്മുടെ സഹോദരങ്ങളാകട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരായിക്കൊള്ളട്ടെ, ആർക്കും സാധിക്കില്ല. അതിന് ദൈവം അനുവദിക്കില്ല.
കാരണം വാഗ്ദത്തം തന്നവൻ ദൈവമാണ്, നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുള്ളവൻ ദൈവമാണ്. ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോസേഫിന്റെ ജീവിതത്തില് ഓരോ ഇൻസിഡൻസും ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ജോസഫിന് 17 വയസ്സുള്ളപ്പോഴാണ് തന്നെ ദൈവ സ്വപ്നത്തിലൂടെ ദൈവത്തിന് അവന്റെ ജീവിതത്തിൽ പ്രത്യേക ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നു. യോസഫിന്റെ 17-ാമത്തെ വയസ്സിലാണ്. പല ചെറുപ്പക്കാരും അശ്ലീല സ്വപ്നങ്ങൾ കാണുന്ന പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരൻ ദൈവിക സ്വപ്നങ്ങൾ കാണുന്നത് ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പല ചെറുപ്പക്കാരും ഈ സമയത്ത് കാണുന്നത് ദൈവികമായ വെളിപ്പാടുകളൊന്നുമല്ല. അവരുടെ മനസ്സിനെ മതിക്കുന്ന, അവരുടെ ഹൃദയത്തെ അവർ കൊണ്ടു നടക്കുന്ന ദുർമോഹങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്വപ്നങ്ങളാണ് പല ചെറുപ്പക്കാരിലും ഈ പ്രായത്തിൽ വരേണ്ടത്. എന്നാൽ നോക്കൂ, 17 വയസ്സുള്ള യോസഫ് എന്ന ചെറുപ്പക്കാരൻ അവൻ ദൈവത്തോട് പ്രതികരിക്കുന്നവനായിരുന്നു. അവൻ കാണുന്ന സ്വപ്നം എന്തായിരുന്നു? ദൈവികമായ സ്വപ്നമായിരുന്നു, അല്ലേ? മുതിർന്ന സഹോദരന്മാർ ദൈവത്തെ സേവിക്കുന്നതിന് ചെറുപ്പക്കാരായവർക്ക് അവസരം നൽകുന്നില്ല എന്ന് പരാതിപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് പല ചെറുപ്പക്കാരും യൗവനക്കാരും പറയുന്നത് എന്താ? മുതിർന്ന ആളുകൾ ഞങ്ങളെ വളരാൻ അനുവദിക്കുന്നില്ല, അവര് സഭയിൽ ഞങ്ങളെ ആത്മീയമായിട്ട് മുൻപോട്ട് കൊണ്ടുവരുന്നില്ല. ഇന്ന് പലരും പറയുന്ന ഒരു പരാതിയാണത്. അങ്ങനെ പരാതിപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സത്യസന്ധതയോടെ ദൈവത്തിന് കീഴടങ്ങിയിരുന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. യോസെഫിനെ ഈജിപ്തിൽ എത്തിക്കുക എന്ന ദൈവത്തിന്റെ പദ്ധതി യോസെഫിന്റെ സഹോദരന്മാരുടെ അസൂയയെ ഉപയോഗിച്ചാണ് ദൈവം നിവർത്തിച്ചത്. ഉണ്ടോ? യോസെഫ് ഈജിപ്തിൽ എത്തണമെങ്കിൽ ഈ സഹോദരന്മാർ യോസെഫിനോട് എതിർക്കണം. സഹോദരന്മാർക്ക് യോസെഫിനോട് അസൂയ തോന്നണം. സഹോദരന്മാർ യോസെഫിനെ വിൽക്കണം. സഹോദരന്മാർ ഇവനെ കൊന്നുകളയാനുള്ള പദ്ധതി വരെ ഇടണം. ഇതാരുടെ പദ്ധതിയാണ്? ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷെ ഈ മണ്ടന്മാർക്ക് അതറിയില്ല, ഇവർക്കതറിയില്ല. നമ്മളോട് എതിർക്കുന്നവർക്ക് അതറിയില്ല. നമ്മൾ ഇന്നും ദൈവസനിൽ സ്ട്രോങ് ആയതിന്റെ പിന്നിലെ കാരണം എന്താ? നമുക്കൊത്തിരി പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കൊത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ ഒഴിവാക്കി, പലരും നമ്മളെ പരിഹസിച്ചു, പലരും നമ്മളെ മാറ്റി നിർത്തി. ഒരുപാട് തകർച്ചകൾ ജീവിതത്തിൽ വന്നു. ആ തകർച്ചകളിലൂടെയാണ് നമ്മൾ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂത്തിന് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വിജയങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും ഒന്നും നിങ്ങളെ ഒന്നും പഠിപ്പിക്കില്ല, ഒന്നും പഠിപ്പിക്കില്ല. നിങ്ങളിത് ഓർക്കുക പോലുമില്ല. ഒരു 10-15 വർഷം കഴിയുമ്പോൾ നിങ്ങളിത് ഓർക്കത്ത് പോലുമില്ല. നിങ്ങൾ സന്തോഷിച്ച സമയം, നിങ്ങൾ വിജയിച്ച സമയം, നിങ്ങൾക്ക് ഉയർച്ച വന്ന സമയം, ഇതൊന്നും നിങ്ങൾ ഓർക്കത്ത് പോലുമില്ല. പക്ഷെ അന്നും നിങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ തകർച്ചയുടെ നാളുകൾ, നിങ്ങളുടെ കഷ്ടതയുടെ നാളുകൾ, നിങ്ങൾ പരാജയപ്പെട്ടു പോയ നാളുകൾ നിങ്ങൾ ഓർക്കും. കാരണം എന്താ? ഈ പരാജയങ്ങളും കഷ്ടതകളും വേദനകളും ഒറ്റപ്പെടലും മാറ്റി നിർത്തലുമാണ് നിന്നെ ജീവിതം പഠിപ്പിച്ചത്. അതിലൂടെയാണ് നമ്മൾ പഠിച്ചു വന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇന്നും നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കാര്യം നമ്മുടെ ജീവിതത്തിൽ കുറെ സന്തോഷങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ആ പരാജയങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. ആ പരാജയങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയില് നമ്മൾ സത്യസന്ധതയോടെ ഇരുന്നു. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ദൈവം തന്ന വാഗ്ദത്തത്തിൽ നമ്മൾ എത്തും. അതിൽ യാതൊരു സംശയവുമില്ല. സത്യസന്ധതയോടെ നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിരുന്നാൽ ദൈവിക പദ്ധതിയെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. യോസഫിനെ ഈജിപ്തിൽ എത്തിക്കുക എന്നുള്ളതാ ദൈവത്തിന്റെ പദ്ധതി. അതിനെ സഹായിക്കുന്നതായിരുന്നു യോസഫിന്റെ സഹോദരന്മാരുടെ അസൂയ. ഇവർക്ക് അസൂയ ഉണ്ടായിരുന്നില്ലെങ്കിൽ, യോസഫ് വീണ്ടും എല്ലാവർക്കും പ്രിയപുത്രനായി മുൻപോട്ട് പോയിരുന്നെങ്കിൽ അവന്റെ മേലുള്ള വാഗ്ദത്തം, അവൻ കണ്ട സ്വപ്നം അത് നിവർത്തീകരിക്കപ്പെടുകയില്ലായിരുന്നു.
എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവന്റെ മേലുള്ള വാഗ്ദത്തം നിവർത്തീകരിക്കാൻ സഹായകമായി കൂടെ നിന്ന ആ സഹോദരന്മാരെ, അസൂയോടെ യോസഫിനെ കണ്ട ആ സഹോദരന്മാരെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിച്ചവരെയും വേദനിപ്പിച്ചവരെയും തള്ളിക്കളഞ്ഞവരെയും മാറ്റി നിർത്തിയവരെയും വെറുത്തവരെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം അവരാണ് നമ്മളെ വാഗ്ദത്തത്തിലേക്ക് നയിച്ചവർ. അവരാണ് നമ്മളെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചവർ. അതുകൊണ്ട് അവർക്ക് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. മറ്റുള്ളവർ നമുക്കെതിരെ പദ്ധതിയിടുന്ന ദോഷകരമായ കാര്യങ്ങൾ പോലും ദൈവം നമ്മുടെ നന്മയ്ക്കും അവിടുത്തെ ഹിതം നമ്മുടെ ജീവിതത്തെ നിറവേറ്റുന്നതിനുമായി ഉപയോഗിക്കും. മറ്റുള്ളവർ നമുക്കെതിരെ പ്രയോഗിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. ഇതൊരു മഹത്തായ വസ്തുതയാണ്. എന്നാൽ ദൈവം അതിലും മികച്ചതാണ് നമുക്ക് നൽകാനായിട്ട് പോകുന്നത്. നമുക്കെതിരെയുള്ള ഉപദ്രവങ്ങളുടെയും നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതം പൂർത്തിയാക്കുന്നതിനായി ദൈവം ഉപയോഗിച്ചുകൊണ്ട് ദൈവം സാത്താന്റെ പദ്ധതികളെ പരാജയപ്പെടുത്തുന്നു എന്നത് എത്ര മഹത്തരമായ കാര്യമാണ് അല്ലേ? എല്ലാ ഉപദ്രവങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. നമുക്കെതിരെയുള്ള ഉപദ്രവങ്ങൾ പോലും ദൈവം ഉപയോഗിക്കുകയാണ്. എന്തിനാ? നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി, സാത്താന്റെ പദ്ധതിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. എത്ര അത്ഭുതകരമാണ് ചിന്തിച്ചേ. ഒന്ന് ചിന്തിച്ചേ, സഹോദരന്മാർ അവനോട് അസൂയപ്പെടാതെ അവനോട് നന്നായി പെരുമാറിയിരുന്നെങ്കിൽ യോസഫ് ഒരിക്കലും ഈജിപ്തിൽ എത്തത്തില്ലായിരുന്നു. യോസഫ് എങ്ങനെയാണ് ഈജിപ്തിൽ എത്തിയത്? 3 ഘട്ടങ്ങളിലൂടെയാണ്. 3 ഘട്ടങ്ങൾ യോസഫിനുണ്ടായിരുന്നു. ഒന്നാമത്തെ ഘട്ടം, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നും. രണ്ടാമത്തെ ഘട്ടം, അവർ അവനെ അടിമക്കച്ചവടക്കാർക്ക് വിൽക്കുന്നു. 3-ാം ഘട്ടം, അടിമക്കച്ചവടക്കാർ അവനെ ഈജിപ്തിൽ എത്തിച്ച് വിൽക്കുന്നു. 3 ഘട്ടങ്ങൾ. 1, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നുന്നു. 2, അവർ അവനെ അടിമക്കച്ചവടക്കാർക്ക് വിൽക്കുന്നു. 3, അടിമക്കച്ചവടക്കാർ അവനെ ഈജിപ്തിൽ എത്തിച്ച് വിൽക്കുന്നു. യോസഫ് ഈജിപ്തിൽ എത്തിയത് ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞാണ്. 1, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നുന്നു. 2-ാം ഘട്ടം, അവർ അവനെ അടിമക്കച്ചവടക്കാർക്ക് വിൽക്കുന്നു. 3-ാം ഘട്ടം, അടിമക്കച്ചവടക്കാർ അവനെ ഈജിപ്തിൽ എത്തിച്ച് വിൽക്കുന്നു. അങ്ങനെ യോസഫ് ഈജിപ്തിൽ എത്തണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആ ദൈവിക പദ്ധതി ഇവിടെ പൂർത്തിയാകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനാൽ മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ദോഷപ്രവർത്തികളെ ദൈവം ആത്യന്തികമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറുന്നതിനായി ഉപയോഗിക്കും. മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും സങ്കടപ്പെടുത്താനും തകർക്കാനും ഒക്കെ ആയിരിക്കും പല കാര്യങ്ങൾ നോക്കുന്നത്. എന്നാൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹമാക്കി തീർന്നു. നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ചില ശോധനകൾ നേരിടേണ്ടി വന്നേക്കാം. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും അത് കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, നഗ്നതയാകട്ടെ, ഒറ്റപ്പെടുത്തലാകട്ടെ, ഉപദ്രവങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ചില ശോധനകൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. ഒരടിമ എന്ന നിലയിൽ യോസഫിന് കഠിനമായ ചില സമയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് അവന്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതി നിറവേറപ്പെടുന്നതിനിടയാക്കി. ഹല്ലേലൂയ. യോസഫിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളൊന്നും ഇല്ലായിരുന്നു എന്നല്ല, അവൻ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ചു. ഒരുപാട് വേദനകളിലൂടെ താൻ കടന്നുപോയി. പക്ഷേ അവന്റെ മേലുണ്ടായിരുന്ന ദൈവിക പദ്ധതി അവിടെ ഒന്നും തകർന്നു പോയില്ല. വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ പറയും, യോസഫിന്റെ ദൈവം എന്റെയും ദൈവമാണ്. ഞാൻ ദൈവത്തെ എൻ്റെ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുമ്പോൾ
എത്ര പേർ എന്നോട് അസൂയപ്പെട്ടാലും, എത്ര പേർ എനിക്കെതിരെ ദോഷം ആസൂത്രണം ചെയ്താലും, അതൊന്നും എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നതിനുള്ള ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുകയില്ല. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ അസൂയപ്പെട്ടാലും, ആരൊക്കെ എനിക്കെതിരെ ദോഷം നിരൂപിച്ചാലും, എൻ്റെ ജീവിതത്തിൽ നിറവേറുവാനുള്ള ദൈവിക പദ്ധതിയിൽ നിന്ന് എന്നെ മാറ്റിക്കളയാൻ ഇവർക്കാർക്കും കഴിയുകയില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ഇത്തരത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവമേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് ദൈവത്തോട് പിണങ്ങാനല്ല, ദൈവത്തോട് വഴക്കുണ്ടാക്കാനല്ല, ദൈവത്തെ വിട്ട് അകന്നു പോകാനല്ല. ദൈവമേ, തന്ന എല്ലാ പ്രതികൂലങ്ങൾക്കും നന്ദി, എല്ലാ തകർച്ചകൾക്കും നന്ദി, എല്ലാ വേദനകൾക്കും നന്ദി, എല്ലാ ഞെരുക്കങ്ങൾക്കും നന്ദി, എല്ലാ അപകീർത്തികൾക്കും നന്ദി എന്ന് ദൈവത്തോട് നമ്മൾ പറയുന്നവരാകണം. അവിടെയാണ് ദൈവത്തിന്റെ ഹിതം നമ്മളിൽ നിറവേറാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, സങ്കടപ്പെട്ടു പോകരുത്. ഇതിന്റെ പിന്നിൽ ഒരു ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓക്കെ, ഇനി 38-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോസഫിന്റെ ചരിത്രത്തിൽ നിന്ന് 38-ാം അധ്യായം അല്പം വ്യതിചലിച്ചാണ് പോകുന്നത്. ഇവിടെ യൂദ തന്റെ മരുമകളായ താമാറുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതും താമാർ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുന്നതും നമ്മൾ വായിക്കുന്നു. 38-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രസകരമായ കാര്യം, ഇത് വളരെ ശ്രദ്ധിക്കണേ, ഇതിൽ രസകരമായ ഒരു കാര്യം, ഈ ഇരട്ടകളിൽ ഒരാളായ പെരസിന്റെ വംശാവലിയാണ് യേശുവിന്റെ മാതാവായ മറിയ ജനിച്ച വംശാവലി. മനസ്സിലായോ? അപ്പൊ എന്തിനാണ് യോസഫിന്റെ ചരിത്രത്തിൽ നിന്ന് വ്യതിചലിച്ച് 38-ാം അധ്യായത്തിൽ ഇവിടെ താമാറിനെ കുറിച്ച് പറഞ്ഞ് താമാർ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടത് പറയുന്നു, ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുന്നതിനെ കുറിച്ച് പറയുന്നു? എന്തിനാണ് ഈ ചരിത്രം അവിടെ രേഖപ്പെടുത്തി വെച്ചത്? യേശുവിന്റെ വംശാവലി എവിടെ നിന്നായിരുന്നു എന്ന് നമ്മൾ അറിയണം. വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ ആധികാരികത ഇതാണ്. ഒന്നും മറച്ചു വെച്ചിട്ടില്ല, എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്, എല്ലാം തുറന്നെഴുതിയിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് ഈ വംശാവലിയിൽ നിന്ന് യേശു ഉണ്ടായതെന്നും ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ ഇരട്ടകളിൽ ഒരാളായ പെരസിന്റെ വംശാവലിയാണ് മറിയയുടെ വംശാവലി. അതായത് മറിയ ജനിച്ചത് ഈ വംശാവലിയിൽ നിന്നാണ്. അപ്പോൾ യേശു ജനിച്ചത് നിഷിദ്ധ വിവാഹവും, രണ്ട് കാര്യങ്ങളാണ് അവിടെ. ഒന്ന്, നിഷിദ്ധമായ വിവാഹം ആയിരുന്നു അത്. രണ്ട്, വ്യഭിചാരത്താലാണ് ഉണ്ടായ വംശാവലിയാണ്. ഈ വംശാവലിയിലാണ് നമ്മുടെ കർത്താവ് ബോധപൂർവം ഒരു വംശാവലി തിരഞ്ഞെടുത്തത്. കണ്ടോ? ഭയങ്കര മർമ്മമാണിത്, ഭയങ്കര മർമ്മം. അതിവിശുദ്ധന്മാർ എന്ന് അഹങ്കരിക്കുന്ന ആത്മീകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ഭയങ്കര വിശുദ്ധന്മാരാണ്, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ വിശുദ്ധന്മാര് എന്ന് പറയുന്നവര് കേട്ടോ, യേശുവിന്റെ അമ്മയുടെ വംശാവലി വ്യഭിചാരത്തിലുണ്ടായ ഒരു സ്ത്രീയിൽ നിന്ന് ഉള്ള വംശാവലിയാണെന്നും ഒരു നിഷിദ്ധമായ വിവാഹത്തിൽ നിന്ന് ഉണ്ടായ വംശാവലിയാണെന്നും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര വലിയ പാപിയെയും ദൈവം സ്നേഹിക്കുന്നു, എത്ര മോശപ്പെട്ടവനെയും ദൈവം സ്നേഹിക്കുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 38-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന രസകരമായ ഒരു കാര്യമാണ് ഈ ഇരട്ട കുട്ടികളായ ഒരാളായ പെരസിന്റെ വംശാവലിയാണ് യേശുവിന്റെ മാതാവായ മറിയ ജനിച്ചത് എന്നാണ്. നമ്മൾ ആ വാക്യം ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ
നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ, മൂന്നാം വാക്യം ശ്രദ്ധിച്ച് നോക്കണം, യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഇവർ വരികയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, നിഷിദ്ധമായ വിവാഹം അവിടെ നടക്കുന്നു; രണ്ട്, വ്യഭിചാരമുള്ള വംശാവലി. ഈ രണ്ട് കാര്യങ്ങളുള്ള ഈ വംശാവലിയിൽ നിന്നാണ് നമ്മുടെ കർത്താവ് ബോധപൂർവം ഒരു വംശാവലി തെരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് കർത്താവ് ഈ പാപകരമായ ഈ നിര തന്നെ തെരഞ്ഞെടുത്തത്? നമ്മളിൽ ആരെങ്കിലും ആണെങ്കിൽ ഈ വ്യഭിചാരം നിറഞ്ഞ ഒരു വംശാവലി നമ്മൾ ആരെങ്കിലും തെരഞ്ഞെടുക്കൂ? കർത്താവ് സ്വർഗത്തിലായിരിക്കുമ്പോൾ തന്നെ ബോധപൂർവം തെരഞ്ഞെടുത്തതാണിത്. അതിന്റെ കാരണം എന്താ? വ്യഭിചാരികൾ ഉൾപ്പെടെ എല്ലാ പാപികളെയും രക്ഷിക്കുന്നതിനാണ് താൻ വന്നതെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കർത്താവ് അത് ചെയ്തത്. ഇന്ന് നമുക്കറിയാം, ദേശത്ത് പാപിയായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി വിശ്വാസത്തിൽ വന്നാൽ ആളുകൾ അവനെ ആ ഒരു നിലയിലേ കാണത്തുള്ളൂ. അവൻ എന്ത് മാനസാന്തരം ഉണ്ടായ വ്യക്തിയാണെന്ന് പറഞ്ഞാലും ആളുകൾ ഇപ്പോഴും അവനെ പഴയ വ്യക്തിയായിട്ട് മാത്രമാണ് അവനെ കാണുന്നത്. എന്നാൽ കർത്താവിനെ നോക്കൂ, കർത്താവ് ജനിക്കുവാനായിട്ട് തെരഞ്ഞെടുത്ത വംശാവലി തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു വംശാവലിയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശു ഭൂമിയിൽ വന്നത് വ്യഭിചാരികൾ ഉൾപ്പെടെയുള്ള സകല പാപികളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തിയെ കാണുമ്പോൾ നീ പാപിയാണ്, നിന്നെ ദൈവത്തിന് വേണ്ട എന്നൊരിക്കലും പറയരുത്. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോ യഹൂദന്മാർ, അവർക്ക് മോശയുടെ ന്യായപ്രമാണ പ്രകാരം വ്യഭിചാര കർമ്മം ചെയ്യുന്ന ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതായിരുന്നു മോശ പഠിപ്പിച്ച നിയമം. ഈ നിയമം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവർ യേശുവിന്റെ അടുക്കൽ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി, അതായത് ഒരു സംശയമല്ല, അവൾ വ്യഭിചാരം ചെയ്തോ എന്നൊരു സംശയം ഉണ്ടെന്നും പറഞ്ഞല്ല വന്നത്. വ്യഭിചാര കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് യേശുവിന്റെ അടുക്കലേക്ക് വരിക യഹൂദന്മാർ. അവര് പറഞ്ഞു, മോശ പഠിപ്പിച്ചത് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. അതുകൊണ്ട് നീ ഇപ്പൊ എന്താ പറയുന്നേ? യേശു എന്താ ചെയ്തേ? നിങ്ങൾ എറിഞ്ഞു കൊന്നോളാനാണോ പറഞ്ഞേ? അല്ല. കാരണം യേശു വന്നത് വ്യഭിചാരികളെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു. യേശുവിനെ പരീക്ഷിക്കാൻ കൂടെയാണ് അവർ വന്നതെന്ന് ഓർക്കണം. അവളെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർ ചോദിക്കും, നീ പാപികളെ രക്ഷിക്കാൻ വന്നിട്ട് എറിഞ്ഞു കൊല്ലാനാണോ പറയുന്നത്? എറിയരുതെന്ന് പറഞ്ഞാൽ നീ മോശയ്ക്കും ന്യായപ്രമാണത്തിനും വിരോധമായി സംസാരിക്കുന്നു എന്നവർ പറയും. അതുകൊണ്ട് രണ്ടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ യേശു നിൽക്കുമ്പോൾ യേശു പറഞ്ഞ വാക്കിതാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഒരു വ്യക്തി പോലും അവളെ കല്ലെറിഞ്ഞില്ല, ഒരാൾ പോലും എറിഞ്ഞില്ല. അവരെല്ലാം കല്ലുകൾ താഴെയിട്ട് അവര് കടന്നു പോകുമ്പോ യേശു അവളോട് പറയുന്ന ഒരു പദമുണ്ട്. ആ പദം ഇതാണ്, ഞാനും നിന്നെ എറിയുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ എറിയാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. കാരണം ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല. കാരണം എബ്രായ ലേഖനത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശു പറയുക, നിന്നെ ഇവിടെ എറിയാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാൾ ഞാനാണ്, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, പക്ഷെ മേലാൽ നീ പാപം ചെയ്യരുത്. കണ്ടോ എത്ര സ്നേഹത്തോടെയാണ് ആ പാപിനിയായ ആ സ്ത്രീയെ യേശു സ്നേഹിച്ചത്. അപ്പോൾ എന്തിനാണ് ഈ വംശാവലിയിൽ യേശു വന്നത്? വ്യഭിചാരികൾ ഉൾപ്പെടെയുള്ള എല്ലാ പാപത്തിൽ കിടക്കുന്ന ആളുകളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഈ വംശാവലി തന്നെ യേശു തിരഞ്ഞെടുത്തത്.
ശക്തയും സുന്ദരിയുമായ ഒരു സ്ത്രീയുടെ പ്രലോഭനത്തെ അതിജീവിച്ച ദൈവഭക്തനായ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് 39 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അസന്മാർഗികത ഒഴിവാക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടുള്ളതാണ് ഈ അധ്യായം. അതിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു കാഴ്ച, അസന്മാർഗികതയിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. യോസഫ് ചെയ്തത് അതാണ്. പോത്തിഫറിന്റെ ഭാര്യ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിന് അവനെ പ്രേരിപ്പിച്ചു. എന്നാൽ യോസഫ് അത് നിരസിച്ചു. മാത്രമല്ല, അവളുടെ സമീപത്ത് പോകുന്നത് പോലും അവൻ ഒഴിവാക്കി. 10-ാം വാക്യത്തിൽ നമ്മളത് വ്യക്തമായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വ്യക്തമായി അവിടെ നമുക്ക് കാണുന്നുണ്ട്. അവൻ ഇല്ല എന്ന് പറയുക മാത്രമല്ല, ആ പ്രലോഭനത്തിന്റെ ഉറവിടത്തിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രലോഭനം ഉണ്ടായപ്പോ ആ പ്രലോഭനത്തിൽ നിന്ന് യോസേഫ് എന്ത് ചെയ്തു? ഓടിപ്പോയി. ഇല്ല എന്ന് പറയുക മാത്രമല്ല, നോ പറയുക മാത്രമല്ല, ആ സാഹചര്യത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ഓടിപ്പോവുകയാണ് ചെയ്തത്. ആ ദുഷ്ട സ്ത്രീ തന്റെ സമീപമെത്തിയാൽ യോസഫ് മറ്റെവിടേക്കെങ്കിലും പോകും. നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ആളുടെ ചുറ്റും നടന്നാൽ നിങ്ങൾക്ക് പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, ആ ദുഷ്ട സ്ത്രീയുമായി നിങ്ങൾ ചാറ്റ് ചെയ്യാനോ ഫോൺ ചെയ്യാനോ അവരുടെ സാമീപ്യമോ നിങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ, നിശ്ചയമായും ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രലോഭനത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഭവനത്തിൽ അവളും യോസേഫും ഒഴികെ ആരും ഉണ്ടാകാതിരുന്ന ഒരു ദിവസം അവൾ അവനെ കടന്നു പിടിച്ചു. ഇത്തവണ അവൻ തന്റെ പുറംകുപ്പായം അവളുടെ കൈകളിൽ വിട്ടിട്ട് വീടിന് പുറത്തേക്ക് അവൻ ഓടിപ്പോയി. ഇത് അവളെ കൂടുതൽ കോപിഷ്ഠയാക്കിയതിനെ തുടർന്ന് യോസഫ് തന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു എന്നവൾ ആരോപിച്ചു. ഇതിൽ രോഷാകുലനായ അവളുടെ ഭർത്താവ് യോസഫിനെ തടവറയിലാക്കി കളഞ്ഞു. നോക്കിയേ, ഒരു പാപത്തെ വിട്ട് എങ്ങനെയാണ് ഒരു വിശുദ്ധൻ മുൻപോട്ട് പോകുന്നത്? അതിന്റെ ഉത്തമമായ തെളിവാണ് ഇത്. വ്യഭിചാരം മാത്രമാകണമെന്നില്ല, ഏത് കാര്യവുമായിക്കൊള്ളട്ടെ, ദൈവഹിതമല്ലാത്ത സുഹൃത്ത് ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ദൈവഹിതമല്ലാത്ത വഴികളായിക്കൊള്ളട്ടെ, ദൈവഹിതമല്ലാത്ത എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ സാമീപ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം നാം ചെയ്യേണ്ടത്. ഇത് നമ്മളെ കയറി പിടിക്കാൻ വരുമ്പോ, ഇത് നമ്മളെ അതിലേക്ക് അടുപ്പിക്കാൻ വരുമ്പോൾ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യോസേഫ് സഹിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. ഒന്ന്, സ്വന്തം രക്തത്തിൽ ജനിച്ച സഹോദരന്മാരുടെ അസൂയ, തന്റെ സഹോദരന്മാരുടെ അസൂയ ഒന്ന്. രണ്ട്, ദുഷ്ടയായ ഒരു സ്ത്രീയുടെ വ്യാജ ആരോപണം, ദുഷ്ടയായ ഒരു സ്ത്രീയുടെ വ്യാജ ആരോപണം. മൂന്ന്, തടവറ. അതിനുശേഷം അവനെ ജയിലിൽ അടച്ചു, തടവറയിൽ ആക്കപ്പെട്ടു. ആ കാലഘട്ടത്തിലെ തടവറകൾ വളരെ മോശമായ തടവറകളാണ്. എലിയും പാറ്റയും പുഴുക്കളും നിറഞ്ഞ വളരെ മോശമായ ഇരുട്ടറകളായിരുന്നു അന്നത്തെ തടവറകൾ. നിങ്ങൾ നോക്കിയേ, ഒരു തെറ്റ് താൻ ചെയ്തിരുന്നെങ്കിൽ താൻ എവിടെ എത്തിയേനെ? നോർമലി ചിന്തിച്ചാൽ ഒരുപക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഇതാണെന്ന് യോസഫിന് ചിന്തിച്ചുകൂടായിരുന്നു. തന്റെ മേൽ കിടന്ന വാഗ്ദത്തം നിവർത്തിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് അവൻ ആ പാപത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ. പക്ഷെ നോക്കൂ, അവൻ അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് ഇപ്പോൾ വന്ന് കിടക്കുന്നത് എവിടെയാ? തടവറയിൽ. ആ തടവറയുടെ പ്രത്യേകത എന്താ? എലിയും പാറ്റയും പുഴുക്കളും നിറഞ്ഞ വളരെ മോശപ്പെട്ട ഇരുട്ടറയായിരുന്നു
അവൻ വന്നു പെട്ടത്. എന്നാൽ 21 വാക്യത്തിൽ പറയുന്നത്, ഈ ഇഴജന്തുക്കളോടൊപ്പം യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു എന്നാണ്. അതെല്ലാറ്റിനെയും വ്യത്യസ്തമാക്കി. പ്രിയരെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് അസൗകര്യവും ഒരു പ്രശ്നമാകില്ല നിങ്ങൾക്ക്. ദൈവ സാന്നിധ്യം ആ പ്രശ്നം നിറഞ്ഞ ഇടത്തേക്ക് യോസഫിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. യോസഫിന് അത് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. യോസഫിന് വേറെ ഒന്നും വേണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ച ആളായിരുന്നു അവനെങ്കിൽ അവൻ പാപത്തിൽ കുടുങ്ങിപ്പോയേനെ. അവൻ ആ പാപം ചെയ്യാൻ താല്പര്യം കാണിച്ചേനെ. പക്ഷെ അവൻ അതിന് തയ്യാറായില്ല. പ്രിയരെ, ഇത്രയും പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ സ്ഥലത്ത്, തടവറയ്ക്കകത്ത്, യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നു എന്നാണ് 21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എത്ര മോശപ്പെട്ട അവസ്ഥയാണെങ്കിലും ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരുവന്റെ കൂടെ ദൈവം ഉണ്ടാവും. ദൈവം ഉണ്ടാവും. ഈ ലോകം മുഴുവൻ നിങ്ങളെ കുറ്റം ആരോപിച്ചാലും, ഈ ലോകം മുഴുവൻ നിങ്ങൾ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാലും, നിങ്ങൾ കൊള്ളരുതാത്തവളാന്ന് പറഞ്ഞാലും, ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. അത് പോരെ പ്രിയരെ? ഈ സർവ്വലോകത്തെയും ചമച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നേ? പിന്നെ എന്തിനാ ഭയപ്പെടുന്നേ? യോസഫിന്റെ ജീവിതത്തിലും അത് തന്നെയാ സംഭവിച്ചേ. യോസഫിന് അത് മാത്രം മതിയായിരുന്നു. ദൈവം എൻ്റെ കൂടെ ഇരുന്നാ മതി, ഏത് തടവറയിലും ഞാൻ കിടന്നോളാം. ഇതായിരുന്നു യോസഫിന്റെ മനോഭാവം. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവിടെ തടവറയിലുള്ള സംഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോസഫ് ഫറവോന്റെ പാനപാത്രവാഹകനെ അവിടെ വെച്ച് കാണുന്നു. പിന്നീട് അവനിലൂടെ ഫറവോനെ പരിചയപ്പെടുന്നതിനിടയാകുന്നു. ദൈവത്തിന്റെ പദ്ധതി സാവധാനം തുടങ്ങുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. കണ്ടോ? ഇതുവരെയും ലോകത്തിന് വാഗ്ദത്തമുള്ളവനോട് ചെയ്യാവുന്ന എല്ലാ ശോഭകേടുകളും ചെയ്യാനുള്ള സമയമായിരുന്നു. ഇനിയും ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുക, ദൈവത്തിന്റെ പദ്ധതി ആരംഭിക്കുക. പോത്തിഫറും അവന്റെ ഭാര്യയും ചെയ്ത ദ്രോഹങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, ഈ ദോഷത്തെ ദൈവം തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നതിന് ഉപയോഗിക്കുകയും ചെയ്തു. കണ്ടോ? നമ്മൾ മുമ്പേ കണ്ടു, ഏതൊരു പ്രതിസന്ധി നമുക്കുണ്ടാകുമ്പോഴും അത് നമ്മളെ ഒരു പ്രൊമോഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് നമ്മൾ കണ്ടു. ഇതേ സംഭവം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. തടവറയിൽ എത്തിയില്ലെങ്കിൽ യോസേഫ് പാനപാത്രവാഹകനെ കാണുകയും അവനിലൂടെ ഫറവോനെ പരിചയപ്പെടുകയും ചെയ്യുകയില്ല. അപ്പൊ യോസഫ് തടവറയിൽ എത്തണമെന്നുള്ളതും ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അവനെ തടവറയിലൂടെ കയറ്റിയിറക്കി ഫറവോനെ പരിചയപ്പെടുത്തണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഇതൊക്കെ തുടക്കം മുതലേ കണ്ടിരുന്നെങ്കിൽ യോസേഫ് തടവറയ്ക്കുള്ളിൽ പൗലോസിനെയും ശീലാസിനെയും പോലെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുമായിരുന്നു. ഫിലിപ്പിയിലെ തടവറയ്ക്കുള്ളിൽ അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിച്ചതിന്റെ കാരണം തിരുവെഴുത്തുകളിൽ അവർ ദൈവത്തിന്റെ പരമാധികാരം കണ്ടിരുന്നു എന്നുള്ളതാണ്. അതായത് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കടന്ന് പാടി ആരാധിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കറിയാം, പൗലോസിനും ശീലാസിനും അറിയാം, ഞങ്ങൾക്ക് മുൻപേ തടവറയിൽ വീഴ്ത്തപ്പെട്ട ആളുകളുണ്ട്. ദൈവനാമത്തിനു വേണ്ടി നിന്നവർ, ദൈവരാജ്യത്തിനു വേണ്ടി വില കൊടുത്തവർ, ദൈവകൽപ്പനയെ അനുസരിച്ചവർ, ദൈവനീതി വിട്ടുമാറാത്തവർ, ഇവരൊക്കെ തടവറയിലാക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ജോസഫ് തടവറയിലാകുമ്പോൾ ജോസഫിന് അത് അറിയില്ല. കാരണം ഈ പുസ്തകം യോസഫ് വായിച്ചിട്ടില്ല. പക്ഷെ പൗലോസും ശീലാസും യോസഫിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്. യോസഫിന് അങ്ങനെ ഒരു ചരിത്രം വായിക്കാൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യോസഫ് തടവറയിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചേനെ, അതിൽ യാതൊരു സംശയമില്ല. നാം തിരുവചനം പഠിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയും. നമുക്കത് സാധിക്കാറുണ്ടോ? ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുക.
ആളുകൾ നിങ്ങളെ പരിഹസിക്കുമ്പോഴും കുറ്റാരോപണം നടത്തുമ്പോഴും അപമാനിക്കുമ്പോഴും ദ്രോഹിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ? കഴിയണം. കാരണം ഇത് ദൈവിക പദ്ധതിയിലേക്കുള്ള എൻ്റെ യാത്രയാണ് എന്ന് നമ്മൾ അറിയണം. ഈ പ്രതിസന്ധി ഇല്ലെങ്കിൽ ദൈവിക പദ്ധതിയിലേക്ക് ഞാൻ വരികയില്ല. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളാണിവ എന്ന് നാം അറിയണം. ഒരു നാൾ നമ്മെയും വ്യാജമായി കുറ്റാരോപണം നടത്തി തടവറയിലാക്കുന്ന അനുഭവം ഉണ്ടായേക്കാം. ഈജിപ്തിൽ എല്ലാവരും നീതിമാനായ ഈ മനുഷ്യനെതിരെ പ്രചരിച്ചിരുന്ന എല്ലാ കള്ളക്കഥകളും അവിടെയുള്ളവർ വിശ്വസിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. പോത്തിഫറിന്റെ ഭാര്യ പറയുന്നതാണോ, പോത്തിഫർ പറയുന്നതാണോ, യോസഫ് പറയുന്നതാണോ ആളുകൾ വിശ്വസിക്കുന്നത്? നോർമലി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതിലാര് പറയുന്നത് ലോകം വിശ്വസിക്കും? ആര് പറയുന്നു വിശ്വസിക്കും? നിശ്ചയമായും പോത്തിഫറും അവന്റെ ഭാര്യയും പറയുന്നതേ ലോകം വിശ്വസിക്കും. അതേ, ഈജിപ്തിലുള്ള എല്ലാവരും വിശ്വസിച്ചത് തന്നെയാണ്. പക്ഷേ യോസഫിനെ വിശ്വസിക്കാനോ യോസഫിനെ മനസ്സിലാക്കാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ സർവശക്തനായ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധി ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോടുള്ള ഒരു ദൂതോടെയായി ദൈവാത്മാവ് ഇത് പറയുകയാണ്. ഈജിപ്തിലെ ആരും യോസഫിനെ മനസ്സിലാക്കാതെ പോയപ്പോൾ, അവൻ കുറ്റക്കാരനാണെന്ന് ഈജിപ്റ്റ് മുഴുവൻ പ്രചരിച്ചപ്പോ അവൻ തളർന്നു പോയില്ല. എന്റെ സ്വപ്നങ്ങൾ ഇവിടം കൊണ്ട് അവസാനിച്ചു പോയെന്ന് അവൻ പറഞ്ഞില്ല. അവനൊന്നു മാത്രം ആഗ്രഹിച്ചു, ദൈവസാന്നിധ്യം. ദൈവസാന്നിധ്യം എന്നെ വിട്ടുപോകരുതേ എന്നവൻ ആഗ്രഹിച്ചു. ആ സാന്നിധ്യം അവനെ വിട്ടുപോയുമില്ല. ഈ കള്ളക്കഥകൾ അവിടെയുള്ളവർ എല്ലാ ആളുകളും വിശ്വസിച്ചു. എന്നാൽ അതൊന്നും യോസഫിനെ പേടിപ്പിച്ചില്ല. യോസഫിനെ ഇതൊന്നും ഭയപ്പെടുത്തിയിരുന്നില്ല. യഥാർത്ഥ ദൈവദാസന്മാരെ സംബന്ധിച്ച് കള്ളക്കഥകൾ ഇന്നും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അവരെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. യോസഫിനെ ഇതൊന്നും പേടിപ്പിച്ചില്ല. യോസഫിന് ഇതൊന്നും ഭയം തോന്നിയില്ല. ഇങ്ങനെ കള്ളക്കഥകൾ പ്രചരിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഒരേ ഒരു കാര്യം മാത്രം ചെയ്യുക: മിണ്ടാതിരിക്കുക. മിണ്ടാതിരിക്കുക. യോസഫ് മിണ്ടാതിരുന്നു. ന്യായീകരിക്കാൻ പോയില്ല, തർക്കിക്കാൻ പോയില്ല, വാദിക്കാൻ പോയില്ല. യോസഫ് മിണ്ടാതിരുന്നു. പ്രിയരെ, നിങ്ങളുടെ യശസ്സിനെ പ്രതിരോധിക്കുന്ന പ്രവൃത്തി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം കൃത്യസമയത്ത് തന്നെ നിങ്ങളെ നീതീകരിക്കും. നിങ്ങൾ ദൈവത്തെ എല്ലാ മഹത്വവും നൽകി ആദരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച ദൈവിക പദ്ധതി, ആ പദ്ധതിയെ നിഷ്ഫലമാക്കാൻ ഒരു വ്യക്തികൾക്കും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. നിങ്ങൾക്കെതിരെ കുറ്റാരോപണം നടത്തിയവരെ കൊണ്ട് തന്നെ ദൈവം ആ നീതി വെളിപ്പെടുത്തും. അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇനി യോസഫ് എങ്ങനെയാണ് പാനപാത്രവാഹകരുമായി ബന്ധപ്പെട്ടത്? തടവറയിൽ യോസഫിനെ വ്യാകുലപ്പെടാൻ തന്റെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെ, യോസഫിന് ഒത്തിരി കഥകൾ പറയാനുണ്ടായിരുന്നു. സഹോദരന്മാർ ഉപേക്ഷിച്ചത്, അപ്പൻ സ്നേഹിച്ചത്, അത് സഹോദരന്മാർക്ക് അസൂയായത്, എന്തൊക്കെ കാര്യങ്ങൾ യോസഫിന് സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്നാൽ തടവറയിലേക്ക് വന്ന പുതിയ 2 തടവുകാർ വിഷാദിച്ചിരിക്കുന്നത് കണ്ട യോസഫ് തന്റെ സങ്കടം എല്ലാം മറന്നു. നോക്കണേ, ഒരു യഥാർത്ഥ ദൈവഭക്തന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? അവൻ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട അവിടെ കിടക്കുന്നേ, അപമാനിതനായിട്ടാണ് തടവറയിൽ കിടക്കുന്നത്. അല്ലേ, ഈ ജയിൽ മിനിസ്ട്രിയില് ഞാനും പലപ്പോഴും പോയിട്ടുണ്ട്. ഈ ജയിലിൽ പോകുമ്പോ ഒരു തടവുകാരനെ പരിചയപ്പെടുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്തിന്റെ പേരിൽ ഇവിടെ വന്നു എന്നുള്ളതാണ്. ഒരു തടവറയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അവർ തമ്മിൽ ആദ്യം ചോദിക്കുന്നത് എന്താ കേസ്,
കൊലപാതകമാണോ? പിടിച്ചുപറിയാണോ? എന്താണ് കേസ്? എന്താണ് ഇത് ചോദിച്ചാണ് ആദ്യം പരിചയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ തടവറയ്ക്കകത്ത് ഇത്രേ അപമാന ഭാരം പേറിയിരിക്കുന്ന യോസഫ് തന്റെ ദുഃഖമെല്ലാം മാറ്റിവെച്ചിട്ട് ആ തടവറയിലേക്ക് വന്ന മറ്റ് 2 തടവുകാരെ, സങ്കടപ്പെട്ടിരിക്കുന്ന, വിഷാദിച്ചിരിക്കുന്ന ആ 2 പേരെ യോസഫ് ശ്രദ്ധിക്കുകയാണ്. അവരെ ശ്രദ്ധിക്കാനും അവരെ നോക്കാനും ഉള്ള ചുമതല യോസഫിന്റെ മേൽ വന്നിരിക്കുക. അങ്ങനെയാണ് ഈ 2 തടവുകാർ വിഷാദിച്ചിരിക്കുന്നത് യോസഫ് കാണുന്നത്. 40-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് നമ്മൾ ആ ഭാഗം വായിക്കുന്നത്. 40-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ യോസഫിന് കഴിഞ്ഞു. തുടർന്ന് അവരിൽ ഒരാളിലൂടെ, അതായത് പാനപാത്രവാഹനിലൂടെ ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനുള്ള അവസരവും ലഭിച്ചു. സ്വന്തം ദുഃഖങ്ങളെക്കാൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിശ്വസ്തരായ തന്റെ ദാസന്മാർക്ക് വേണ്ടി ദൈവം ആശ്ചര്യകരമാം വിധം വാതിലുകളെ തുറക്കും. പ്രിയമുള്ളവരെ, ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളുകൾക്കറിയാം, 1000 അമ്പുകൾ അവരുടെ ദേഹത്തേക്ക് കുത്തിയിറക്കി വെച്ചതുപോലെയുള്ള വേദന സഹിച്ചായിരിക്കും അവർ തങ്ങളുടെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരമ്പ് കൊണ്ട വ്യക്തി ഈ വ്യക്തിയുടെ മുമ്പിൽ വന്ന് നിൽക്കുക, പ്രാർത്ഥിക്കാൻ. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് നിൽക്കുമ്പോ തന്റെ ശരീരത്ത് കുത്തിയിറക്കി വെച്ചിരിക്കുന്ന 1000 അമ്പുകളെ അവൻ മറന്നിട്ട് തന്റെ മുൻപിൽ നിൽക്കുന്നവന്റെ ഒരമ്പിനെ ഊരി മാറ്റി ആശ്വസിപ്പിക്കാൻ അവൻ ശ്രമിക്കും. അവനാണ് യഥാർത്ഥ ശുശ്രൂഷകൻ. അവനാണ് യഥാർത്ഥ ശുശ്രൂഷകൻ. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഇങ്ങനെയുള്ള തന്റെ ദാസന്മാർക്ക് വേണ്ടി ദൈവം ആശ്ചര്യകരമാം വിധം വാതിലുകൾ തുറക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു സംഭവത്തിൽ നിന്ന് നാം അതാണ് പഠിക്കുന്നത്. അതിനാൽ നാം നമ്മുടെ പ്രയാസങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കാതെ നമുക്ക് ചുറ്റുമുള്ളവർ അവരുടെ ആവശ്യങ്ങൾ, അതിനുവേണ്ടി നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു വെക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ വേദനകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. നമ്മുടെ വേദനകളെയൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് നമ്മൾ അനുഭവിച്ച വേദനയുടെ 100-ൽ-1 പോലും അനുഭവിക്കാത്ത ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. ഓക്കെ, ഒടുവിൽ ജോസഫ് ഫറവോന്റെ മുൻപിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതും ദൈവം ഒരുക്കിയ കൃത്യസമയത്ത്. ദൈവത്തിന്റെ വചനം പറയുന്നു, യോസഫിന്റെ കാലുകളെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ച് ക്ഷതം വരുത്തി. ദൈവം നിശ്ചയിച്ച സമയം വരെയും അത് തുടർന്നു. പിന്നീട് ദൈവവചനം അവനെ സ്വതന്ത്രനാക്കി. ദൈവം കൃത്യസമയം പാലിക്കുന്നു. ദൈവത്തിന്റെ കൃത്യസമയം ദൈവം പാലിക്കും. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃത്യസമയമാണ് ദൈവം പാലിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ സമയം വെച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെ താമസിക്കുന്നു എന്ന് നമ്മൾ പറയും. പക്ഷേ ദൈവത്തിന്റെ കൃത്യസമയത്തെ ദൈവം പ്രവർത്തിക്കൂ. ദൈവം ഒരിക്കലും വൈകുന്നില്ല. നമ്മുടെ എല്ലാ ശോധനകൾക്കും ദൈവം കൃത്യമായ സമയദൈർഘ്യം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മെ പരിശോധിക്കുകയാണ്. ആ കാലയളവ് കഴിയുമ്പോൾ അവിടുന്ന് നമ്മെ സ്വതന്ത്രനാക്കുന്നു. നാം വിശ്വസ്തരാണെങ്കിൽ ആ കാലയളവ് കഴിയുമ്പോൾ നാം വിശ്വാസത്തിൽ വളരെയധികം ശക്തരായിത്തീരും. ദൈവം സാത്താന്റെ മേശയെ മറിച്ച് നമുക്കെതിരെ സാത്താൻ ഉപയോഗിക്കുന്ന എല്ലാ ദ്രോഹങ്ങളെയും നമ്മെ ശക്തരാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ വരുമ്പോഴോ, തകർച്ചകൾ വരുമ്പോഴോ, നിരാശകൾ വരുമ്പോഴോ ഇതെല്ലാം അവസാനിച്ചു പോയെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒന്നും അവസാനിച്ചിട്ടില്ല. ദൈവത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക. ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുക.
അവൻ നമ്മളെ പരീക്ഷിക്കുക. ഈ പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു പോകുമ്പോ യോസെഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, അവൻ കൃതാർത്ഥനായിരുന്നു എന്നൊരു പദം കാണാം. അവൻ കൃതാർത്ഥനായിരുന്നു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അവൻ വിശ്വസ്തനായിരുന്നു എന്നാണ്. പൊട്ടക്കിണറ്റിൽ അവൻ വിശ്വസ്തനായിരുന്നു, പോത്തിഫറിന്റെ ഭവനത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു, കാരാഗ്രഹത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു, അവനെ ആ രാജ്യത്തിന്റെ അധിപതിയാക്കിയപ്പോൾ അവിടെയും അവൻ വിശ്വസ്തനായിരുന്നു. എല്ലാ മേഖലകളിലും വിശ്വസ്തരായവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. നമുക്ക് വിശ്വസ്തരായിരിക്കാൻ സാധിക്കുമോ? നന്മയുടെ വേളകളിലും സങ്കടങ്ങളുടെ വേളകളിലും നമ്മൾ വിശ്വസ്തരായിരിക്കും. ഇതാണ് ദൈവം നോക്കുന്നത്. തുടർന്നുള്ള കഥ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ദേശത്ത് ക്ഷാമം രൂക്ഷമായപ്പോ യോസഫിന്റെ സഹോദരന്മാർ ഭക്ഷണത്തിനായി അവന്റെ മുൻപിൽ വന്ന് വണങ്ങി. 20 വർഷം മുൻപ് ദൈവം കൃത്യമായി യോസഫിന് വെളിപ്പെടുത്തിയതുപോലെ തന്നെ ദൈവം തന്റെ വാക്ക് നിറവേറ്റുക. 20 വർഷത്തിന് മുമ്പ് യോസഫ് കണ്ട ആ സ്വപ്നമുണ്ടല്ലോ, ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ഇപ്പോൾ തന്റെ ജീവിതത്തിൽ വന്നിരിക്കുക. 43 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 43 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ദേശത്ത് ക്ഷാമം രൂക്ഷമായപ്പോൾ യാക്കോബ് തന്റെ പുത്രന്മാരോട് ഈജിപ്തിൽ നിന്ന് ധാന്യം വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ഏത് ക്ഷാമകാലത്തും ധാന്യം ലഭിക്കുന്നത് ക്ഷാമത്തിന് മുൻപ് ബുദ്ധിപൂർവം പ്രവർത്തിച്ചവരിൽ നിന്നാണ്. ക്ഷാമത്തിന് മുൻപുള്ള സമൃദ്ധിയുടെ 7 വർഷം യോസേഫ് ബുദ്ധിപൂർവം പ്രവർത്തിച്ചു. അതിനാൽ സമൃദ്ധിയുടെ കാലത്ത് അലസരായിരിക്കുന്ന മനുഷ്യർക്ക് ഇപ്പോൾ അവന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടതായിട്ട് വന്നു. ഒത്തിരി ആത്മിക മർമ്മങ്ങളാണ് ഈ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, മടിയ നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികൾ നിരീക്ഷിച്ച് നീ ബുദ്ധിമാനാകുക. അത് തണുപ്പ് കാലത്തേക്ക് വേണ്ടി വേനൽക്കാലത്ത് തന്റെ ആഹാരം ശേഖരിച്ചു വെക്കുന്നു. സദൃശവാക്യം 6 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. സദൃശവാക്യം 6 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: മടിയ നീ ഉറുമ്പിന്റെ അടുക്ക ചെല്ലുക. നിനക്ക് ഒരു വിലയുമില്ലാത്ത ഒരു കേവലം ഉറുമ്പെന്ന് പറഞ്ഞ് നീ പരിഹസിച്ചു വിടുന്ന ആ ഉറുമ്പിന്റെ അടുക്കിലേക്ക് നീ ചെല്ലുക. ആ ഉറുമ്പിൽ നിന്ന് നീ ബുദ്ധി പഠിക്കുക. എന്താ പഠിക്കേണ്ടത്? അതിന്റെ വഴികളെ നിരീക്ഷിക്കണം. അതിന്റെ വഴികളെ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. ഈ ഉറുമ്പുകൾ ഇങ്ങനെ നിരയായി പോകുമ്പോ ആ ഉറുമ്പുകളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടാകും, ഒരു അരിമണി ഉണ്ടാകും, ഒരു ഭക്ഷണ സാധനം ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഈ ഉറുമ്പ് ഇങ്ങനെ പോകുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? അത് തണുപ്പ് കാലത്തേക്ക് വേനൽക്കാലത്ത് തന്റെ ആഹാരം ശേഖരിച്ചു വെക്കും. കാരണം തണുപ്പ് കാലം എത്തുമ്പോ ഇത് കിട്ടില്ലെന്ന് ഉറുമ്പിനറിയാം. അതുകൊണ്ട് അവൻ വേനൽക്കാലത്ത് എന്ത് ചെയ്യും? ഇതിനെ സൂക്ഷിച്ചു കൊണ്ടുവെക്കും. എന്തിനാ? വേനൽക്കാലത്ത് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, ഭക്ഷണം കിട്ടുന്ന സമയമാണ്. പക്ഷെ തണുപ്പ് വരുമ്പോ ഭക്ഷണത്തിന് ഷോർട്ടേജ് വരും, ഭക്ഷണം കിട്ടാതെയാകും. അന്നേരം കഴിക്കാൻ വേണ്ടി ഉറുമ്പുകൾ ചെയ്യുന്ന കാര്യ. അതുകൊണ്ട് ആ സദൃശവാക്യം 6 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നു, മടിയ നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. സമൃദ്ധിയുടെ കാലത്ത് ലാവിഷായിട്ട് ജീവിച്ചാൽ ദാരിദ്ര്യ സമയങ്ങൾ വരുമ്പോ പട്ടിണി കിടക്കേണ്ടി വരും. പണ്ടത്തെ കാർന്നോമാര് പറയാറില്ലേ ഒരു പഴഞ്ചൊല്ല്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. സമ്പത്ത് കാലത്ത് ഉള്ളതെല്ലാം അടിച്ചു പൊളിച്ച് തീർത്തേച്ച് ആപത്ത് കാലം വരുമ്പോ, ദാരിദ്ര്യകാലം വരുമ്പോ ഒന്നും കഴിക്കാനില്ലാത്തവനായി പോകും. ഇതാണ് ആ നാട്ടിൽ എല്ലാവർക്കും സംഭവിച്ചത്. പക്ഷേ 7 വർഷം യോസേഫ് ബുദ്ധിപൂർവം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവന്റെ രാജ്യത്ത് ക്ഷാമം ഉണ്ടായില്ല. അതുകൊണ്ട് ആ രാജ്യത്തെ ആശ്രയിച്ച് ഇപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുക? വന്നുകൊണ്ടിരിക്കുക.
ഈ ഒരു വസ്തുത ആത്മീയ കാര്യങ്ങളിൽ എടുക്കുക. ദൈവവചനം പഠിച്ച് വലിയ ആത്മീയ സമ്പത്ത് നേടാൻ അവസരമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമയം ബുദ്ധിപൂർവം നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷം പലവിധ ജീവിത സമ്മർദ്ദങ്ങളാൽ വചന പഠനത്തിന് ആവശ്യമായ സമയം ലഭിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വളരെയധികം ജ്ഞാനം കൈവശമുണ്ടായിരിക്കും. ആത്മീകമായിട്ട് നമ്മൾ ഇതിനെ ചിന്തിച്ചാൽ ആത്മീക സമ്പത്ത് നേടാൻ അവസരമുള്ള ഈ സമയത്ത് പലർക്കും ദൈവവചനം പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ്. പക്ഷെ അവർ പറയുന്ന സമയമില്ലെന്നോ, ഇനി എന്നാ സമയം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ളത് 48 മണിക്കൂർ ആക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മുടെ മരണം വരെ 24 മണിക്കൂർ തന്നെയായിരിക്കും. അപ്പൊ ഇന്ന് സമയം കിട്ടാത്തവൻ ഇനി ഒരിക്കലും സമയം കിട്ടാനും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ ആത്മീയ സമ്പത്ത് നേടാൻ കഴിയാതെ വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? കുറെ വർഷങ്ങൾ കഴിയുമ്പോ ജീവിതത്തിൽ പലവിധ സമ്മർദ്ദങ്ങളാൽ നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാൻ കഴിയാതെ പോകും. അങ്ങനെ വരുമ്പോ നമ്മുടെ ആവശ്യത്തിന് വളരെയധികം ജ്ഞാനം നമുക്ക് കൈവശം ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ദരിദ്രരായി പോവും. ആത്മീകമായി നമ്മൾ ഒന്നുമില്ലാത്തവരായി പോവും. ഇപ്പോൾ ശേഖരിച്ചു വെക്കുന്ന ഈ ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങളെ പൂർണ്ണ തൃപ്തരാക്കുമെന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനും സാധിക്കും. നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് തന്നെ എടുക്കൂ. ഈ ക്ലാസ് ആരംഭിച്ചതിന് ശേഷം എത്രയോ പേര് എന്നോട് പറഞ്ഞു, എത്രയോ പേര് ഫോൺ കോളിലൂടെ പറഞ്ഞു, ഞങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്, ഞങ്ങൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഈ ക്ലാസ്സുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ നിങ്ങൾ ഈ പഠിച്ച ഈ ആത്മിക മർമ്മങ്ങൾ, ഈ മാർമിക സത്യങ്ങൾ, ഇത് നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇത് നിങ്ങൾ പഠിക്കുക മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവെക്കുവാനും മറ്റുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഒരു ഡൗട്ട് ആരെങ്കിലും ചോദിച്ചാൽ, ഇനി പോട്ടെ നിങ്ങളുടെ മക്കൾ തന്നെ ഒരു സംശയം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ അളവിൽ അതിനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ദൈവിക ജ്ഞാനം നമ്മൾ സമ്പാദിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. പിശാചിന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾ വചനം പഠിക്കുന്നത്. നിങ്ങൾ ഈ ബൈബിൾ ക്ലാസ്സിൽ കയറുന്ന ഒന്നും പിശാചിന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ ക്ലാസ് നടക്കുമ്പോൾ തന്നെ നിങ്ങളെ ആകെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ആദ്യം മുതലേ നിങ്ങളോട് പറയുന്നത്, സൂമിൽ കയറുന്നവര് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലസത തോന്നും. നിങ്ങൾ എന്ത് ചെയ്യും? ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതുവഴി ഇതുവഴിയൊക്കെ പോകും. അന്നേരത്തേനും പിശാച് പറയും, അടുപ്പയിലിരിക്കുന്ന കരിഞ്ഞു പോകും, അല്ലെ വൈകിട്ടത്തേക്ക് ഇന്ന കറിയും കൂടെ വെക്ക്. നമ്മൾ കറി വെക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ക്ലാസ്സും ഇതും കൂടെ ഒരുമിച്ച് പോകുകയല്ല. ഇതിനകത്ത് പല കാര്യങ്ങളും മിസ്സായി പോകും. അന്നേരം അവൻ വന്ന് പറഞ്ഞു തരും, യൂട്യൂബ് കിടപ്പുണ്ടല്ലോ, യൂട്യൂബിൽ കാണാം. യൂട്യൂബിൽ കാണുമോ? അതുമില്ല. ഇത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അതിനെ തിരിച്ചറിയണം. നിങ്ങൾക്ക് അസൗകര്യങ്ങളുള്ളവരുണ്ടെന്ന് എനിക്കറിയാം, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത അസൗകര്യങ്ങളുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർ ചെയ്യരുത്, അങ്ങനെയുള്ളവർ ചെയ്യണ്ട. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നവര്, നിങ്ങൾക്കും അതിൻ്റെ ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഓൺ ചെയ്യണ്ട. പക്ഷേ ഈ ക്ലാസ്സുകൾ പൂർണ്ണമായും ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണം. കാരണം പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ വചനം പഠിക്കുന്നത്. നിങ്ങൾ വചനം പഠിച്ച പിശാചിനെ ജയിച്ചെന്ന അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവൻ പരാജയപ്പെടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നിങ്ങളെ അശ്രദ്ധമാക്കിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ചിന്തകൾ മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങളിങ്ങനെ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്തൂടെ വരുന്നുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ല. പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഗ്രഹിക്കാൻ പോലും, കാരണം ഇത് പിശാചിനറിയാം, ദൈവവചനത്തെ ഇവന്റെ ഉള്ളിലായി പോയാൽ പിന്നെ ഇവനെ ഒരു കാലത്തും എനിക്ക് ജയിക്കാൻ കഴിയത്തില്ലെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ദൈവവചനത്തെ നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നവരായിരിക്കണം. ഇതെല്ലാം നിങ്ങൾ ശേഖരിച്ചു വെക്കണം.
ഒരു പാപം നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഈ വചനങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അത് തെറ്റാണ്, നീ ചെയ്യരുത്, ആ വഴിയെ പോകരുത്, ആ ഫോൺ കോൾ ഇനി അറ്റൻഡ് ചെയ്യരുത്, ആ ചാറ്റ് ഇനി തുടരരുത്, ഈ സൈറ്റ് കാണരുത്. ഇതൊക്കെ ദൈവാത്മാവ് നമ്മളോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അകത്ത് വചനം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഓക്കെ, മടങ്ങി വരാം. യോസഫ് തന്റെ സഹോദരന്മാരോട് ദൈവികമായ രീതിയിൽ ഇടപെട്ടു. 45 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു, ദൈവം നിങ്ങൾക്ക് മുൻപായി എന്നെ ഇവിടെ അയച്ചതാണ്. തന്റെ സഹോദരന്മാരോട് പറയുക, ദൈവം നിങ്ങൾക്ക് മുമ്പായി എന്നെ ഇവിടെ അയച്ചതാണ്. വീണ്ടും 7 വാക്യത്തിൽ അവൻ പറയുന്നു, ദൈവം നിങ്ങൾക്ക് മുൻപേ എന്നെ അയച്ചിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ 8 വാക്യത്തിൽ ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. കണ്ടോ? യോസഫിന് അറിയാമായിരുന്നു. 3 പ്രാവശ്യം അതേ അധ്യായത്തിൽ താൻ എടുത്തെടുത്ത് പറയുകയാണ്, ദൈവം എന്നെ അയച്ചു, നിങ്ങൾക്ക് മുമ്പായി ദൈവം എന്നെ അയച്ചു, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ തന്റെ സഹോദരന്മാരോട് പറയുന്ന ഇതാണ്, നിങ്ങളല്ല എന്നെ ഇസ്രായേലിയർക്ക് വിറ്റത്, അത് ദൈവമാണ്. നിങ്ങൾ കുഴപ്പക്കാരെ അല്ല. നിങ്ങളോട് എനിക്ക് ഒരു പിണക്കവും ഇല്ല, നിങ്ങളോട് എനിക്ക് ഒരു വൈരാഗ്യവും ഇല്ല. കാരണം എന്നെ വിറ്റത് നിങ്ങളല്ല, അത് ദൈവമാ. പോത്തിഫറിന്റെ ഭാര്യ അല്ല എന്നെ തടവറയിലേക്ക് അയച്ചത്, അത് ദൈവമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളിപ്പോഴും സഹോദരന്മാരോട് ദേഷ്യപ്പെട്ടിരിക്കുക. എന്താ കാര്യം? നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞു. പോത്തിഫറിന്റെ ഭാര്യയോട് ഇപ്പോഴും നമുക്ക് വഴക്കാം. എന്താ കാര്യം? നീ എന്നെ തടവറയിലേക്ക് അയച്ചു. പക്ഷെ യോസഫ് പറയുക, ഇതൊന്നും നിങ്ങളല്ല ചെയ്തത്, ഇതെല്ലാം ദൈവമാ ചെയ്തത്. നമ്മുടെ എല്ലാ വഴികളിലും മറ്റുള്ളവർ നമ്മോട് ദോഷം ചെയ്യുമ്പോൾ പോലും നാം ദൈവത്തെ കണ്ടാൽ നമ്മൾ അനുഗ്രഹീതരാകും. പ്രിയമുള്ളവരെ, ആളുകൾ നമ്മളോട് ദോഷം ചെയ്തോട്ടെ, പക്ഷേ അതിന്റെ നടുവിലും നാം ദൈവത്തെ കാണണം. അവിടെ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ ജോസഫ് തന്റെ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങളല്ല എന്നെ ഇവിടെ എത്തിച്ചത്, നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ ഇവിടെ അയച്ചതാണ്. കാരണം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തണമെന്നും ആ സമയത്ത് ഞാനിവിടെ നിൽക്കണമെന്നും എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. അതെല്ലാം ദൈവത്തിന്റെ ഹിതമാണ്. അതുകൊണ്ട് 3 പ്രാവശ്യമാണ് 45 അധ്യായത്തിൽ 3 പ്രാവശ്യമാണ് യോസഫ് ഈ പദം എടുത്തെടുത്ത് പറയുന്നത്. 45-5 പറയുന്നുണ്ട്, അതുപോലെ 7 വാക്യത്തിൽ പറയുന്നുണ്ട്, 8 വാക്യത്തിൽ പറയുന്നുണ്ട്. 5, 7, 8 ഈ 3 വാക്യങ്ങളില് താൻ പറയുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് മുൻപേ എന്നെ ഇവിടെ അയച്ചു. 8 വാക്യത്തിൽ പറയുന്നു, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. 5 വാക്യത്തിലും അതേ പദം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റുള്ളവർ നമ്മളോട് ദോഷം ചെയ്യുമ്പോൾ പോലും നാം ദൈവത്തെ കണ്ടാൽ നമ്മൾ അനുഗ്രഹീതരായി തീരും. ഈ മഹത്തായ സത്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മനുഷ്യൻ, നമ്മൾ സാധാരണ ഇങ്ങനെ പറയും, ആ മനുഷ്യൻ എന്നെ ദ്രോഹിക്കുന്നു, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഈ മനുഷ്യൻ എന്നെ ദ്രോഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരെ പേര് പറഞ്ഞിട്ട് പറയും, അവരെന്നെ ദ്രോഹിക്കുന്നു, ഇവരെന്നെ ദ്രോഹിക്കുന്നു. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും പറയരുത്, അവരെന്നെ ദ്രോഹിക്കുന്നു, ഇവരെന്നെ ദ്രോഹിക്കുന്നു, ഇങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. മനുഷ്യൻ അങ്ങനെ നമ്മളോട് പെരുമാറാൻ ദൈവമാണ് അവരെ അനുവദിച്ചത്. ദൈവമാണ് അവരെ അനുവദിച്ചത്. മുമ്പൊരിക്കൽ അടിമ വ്യാപാരികൾക്ക് വിറ്റ സഹോദരങ്ങൾക്കായി യോസഫ് ഒരു വിരുന്നൊരുക്കി. തന്നെ വിറ്റുകളഞ്ഞ തന്റെ സഹോദരന്മാർക്ക് വേണ്ടി യോസഫ് എന്ത് ചെയ്തു? ഒരു വിരുന്നൊരുക്കി. തന്നെ പൊട്ടക്കിണറ്റിലിട്ട സഹോദരന്മാർക്ക് അവൻ ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂപ്രദേശമായ ഗോശൻ ദേശം നൽകി. 46 അധ്യായത്തിന് 34 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആ ഈജിപ്തിലെ തന്നെ ഏറ്റവും നല്ല സ്ഥലം,
ഏറ്റവും നല്ല ദേശം, ഗോശൻ ദേശം, അത് തന്റെ സഹോദരന്മാർക്ക് നൽകി. ഇതാണ് ഒരു ദൈവ മനുഷ്യന്റെ മനോഭാവം. ഒരു ദൈവ മനുഷ്യന്റെ മനോഭാവം. ജോസഫിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എന്തു പറഞ്ഞേനെ? എന്നെ പൊട്ടക്കിണറ്റിയിട്ടവന്മാരാ, വിറ്റ് കളഞ്ഞവന്മാരാ, യവന്മാര് കാരണമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഞാൻ പോത്തിഫറിന്റെ വീട്ടിൽ വന്നതും കാരാഗ്രഹത്തിൽ കിടന്നതും അവിടെ തള്ളപ്പെട്ടതും ആ കഷ്ടത അനുഭവിച്ചതും എലിയുടെ കൂടെയും പാറ്റയുടെ കൂടെ ഞാൻ ആ തടവറയിൽ ഇരുട്ടിനകത്ത് ഞാൻ കിടക്കേണ്ടി വന്നത് യുവന്മാരൊറ്റ ഒരുത്തം കാരണ എന്ന് നമ്മളായിരുന്നെ പറഞ്ഞേനെ. പക്ഷേ ഒരു ദൈവമനുഷ്യനായ യോസഫ് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ ചെയ്തതല്ല, ഇതെല്ലാം ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരു ദൈവിക മനുഷ്യന്റെ, ഒരു ദൈവ മനുഷ്യന്റെ മനോഭാവം അതായിരിക്കാം. യോസഫ് അവർക്ക് ഒരു വിരുന്നൊരുക്കി. തന്നെ പൊട്ടക്കിണറ്റിയിട്ട സഹോദരന്മാർക്ക് ആ ഈജിപ്തിലെ ഏറ്റവും നല്ല സ്ഥലം തന്നെ അവർക്ക് കൊടുത്തു. തന്റെ പിതാവിനോട് യോസഫിനുണ്ടായിരുന്ന വലിയ ബഹുമാനവും നമ്മൾ ആ അധ്യായത്തിൽ കാണുന്നുണ്ട്. 46 അധ്യായത്തിന്റെ 29 വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യോസഫ് ലോകത്തിലെ തന്നെ 2ാം ഭരണാധികാരിയായിരിക്കെ പിതാവിനെ എതിരേൽക്കാൻ ബോധപൂർവം ഇറങ്ങിച്ചെന്നു. ഒരു ദൈവിക മനുഷ്യൻ തന്റെ മാതാപിതാക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഒരു ദൈവ മനുഷ്യന്റെ പ്രത്യേകത അതാണ്. ലോക മനുഷ്യരത് ചെയ്യില്ല. തന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കില്ല, മാതാപിതാക്കളെ അനുസരിക്കില്ല, മാതാപിതാക്കൾ എങ്ങനെയാണോ അതൊന്നും അവർക്ക് വിഷയമല്ല. പക്ഷേ ഒരു ദൈവ മനുഷ്യന്റെ പ്രത്യേകത, അവൻ തന്റെ മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവനാണ്. നോക്കണേ, യോസഫ് ലോകത്തിലെ തന്നെ 2ാമത്തെ ഭരണാധികാരിയായിരിക്കെ പിതാവിനെ എതിരേൽക്കാൻ ബഹുമാനപൂർവം താൻ ഇറങ്ങിച്ചെല്ലുകയാണ്. തന്റെ പിതാവിനോടുള്ള ബഹുമാനം, തന്റെ പിതാവിനോടുള്ള ആദരവ് യോസഫ് അവിടെ കാണിക്കുക. യാക്കോബിന്റെ ജീവിതത്തിലെ അവസാന നാളുകളിൽ നാം അദ്ദേഹത്തെ ദൈവത്തിന്റെ ഒരു പ്രവാചകനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 47 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായ ഫറവോനെ അനുഗ്രഹിക്കുന്നു. പിന്നീട് തന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്നു. യോസഫ് തന്റെ 2 പുത്രന്മാരെ, മനശ്ശയെയും എഫ്രൈമിനെയും അനുഗ്രഹിക്കുന്നതിനായി യാക്കോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇങ്ങനെ പറയുന്നു, നിന്റെ വലതുകരം മനശ്ശയുടെ തലയിലും ഇടതുകരം എഫ്രൈമിന്റെ തലയിലും വെക്കണമേ. മനശ്ശെ ജ്യേഷ്ഠനാണ്, എഫ്രൈം അനുജനാണ്. അപ്പം യോസഫ് പറയുക, യാക്കോബിന്റെ അടുക്ക കൊണ്ടുവന്നു. അതായത് ഈ മനശ്ശയുടെയും എഫ്രൈമിന്റെയും വല്യപ്പന്റെ അടുക്കല് അപ്പൻ കൊണ്ടുചെന്നിട്ട് അപ്പനോട് പറയുകയാണ്, യോസഫ്, നിന്റെ വലതുകരം മൂത്തവന്റെ തലയിലും ഇടതുകരം ഇളയവന്റെ തലയിലും നീ ഒന്ന് വെക്കണമേ. എന്നാല് യാക്കോബ് അങ്ങനെ ചെയ്തില്ല. അദ്ദേഹം തന്റെ കൈകൾ പിണച്ചു വെച്ച് മൂത്തവന് മേലെ ഇളയവനെ അനുഗ്രഹിച്ചു. അവന്റെയും കണ്ണുകൾ മങ്ങിയിരുന്നു, തന്റെ പിതാവായി ഇസഹാക്കിനുണ്ടായതുപോലെ തന്നെ. പാരമ്പര്യമായി വന്നുപോരുന്നത് യാക്കോബിലും വരുന്നത് നമുക്ക് കാണാം. എന്നാൽ യാക്കോബിന് ആത്മിക ദർശനം ഉണ്ടായിരുന്നു. തന്റെ പിതാവിൽ നിന്ന് വ്യത്യസ്തമായി ആരെയാണ് അനുഗ്രഹിക്കേണ്ടതെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം യാക്കോബ് തന്റെ പിതാവിനെ പോലെ സുഖസൗകര്യങ്ങളിൽ ജീവിച്ച ഒരുവനായിരുന്നില്ല. അവൻ പലവിധ ശോധനകളിലൂടെ കടന്നുപോയവനാണ്. ശോധനകളിലൂടെയാണ് ദൈവം നമ്മുടെ ദർശനങ്ങളെ കൂടുതൽ തെളിമയുള്ളതാക്കുന്നത്. കൂടുതൽ ദർശനമുള്ളവന് കൂടുതൽ ശോധനകൾ ഉണ്ടാകും. ചില വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ കൂടുതൽ ശോധനകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരായിരിക്കും, കൂടുതൽ തകർച്ചകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ ദർശനങ്ങളെ കൂടുതൽ തെളിമയുള്ളതാക്കി തീർക്കാൻ കൂടുതൽ ശോധനകൾ ആവശ്യമാണ്. യാക്കോബാണ് കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് ആദ്യം പ്രസ്താവിച്ചത്. വേദപുസ്തകത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച്
ആദ്യം പ്രസ്താവിച്ച ആൾ ആരാണ്? യാക്കോബാണ്. എന്താണ്? അദ്ദേഹം തന്റെ മകനായ യൂദയോട് സകലത്തെയും ഭരിക്കുന്ന യൂദയുടെ സിംഹം അവന്റെ സന്തതിയായി ഉണ്ടാകും എന്ന് പറയുന്നു. 49 അധ്യായം 9, 10 വാക്യങ്ങളിലാണ് ഈ ഭാഗം നമ്മൾ വായിക്കുന്നത്. ഈ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ വാക്യം നിങ്ങൾ നോട്ട് ചെയ്യണം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 9, 10 വാക്യങ്ങൾ. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം അവിടെ പറയുകയാണ്, നിന്റെ സന്തതിയായിട്ട് സകലത്തെയും ഭരിക്കുന്ന ഒരു സിംഹം വരും. യൂദയുടെ സിംഹം, യഹൂദയുടെ സിംഹം. അത് പറയുന്ന 49 അധ്യായം 9, 10 വാക്യങ്ങളിലാണ്. 50 അധ്യായത്തിലേക്ക് വരുമ്പോൾ 50:20 പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നതിന് സമാനമായ ഒരു വാക്യം യോസഫ് പറയുന്നത് നാം കേൾക്കുന്നു. നിങ്ങൾ എനിക്ക് ദോഷം ചെയ്യാൻ ശ്രമിച്ചു, ദൈവമോ അതിനെ ഗുണകരമാക്കി തീർത്തു. 50 അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫ് തന്റെ സഹോദരന്മാരെ നോക്കി പറയുന്ന ഒരു പദവാ, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്യാൻ ശ്രമിച്ചു, ദൈവമോ അതിനെ ഗുണകരമാക്കി തീർത്തു. ഈ വാക്യം നമ്മൾ റോമാലേഖനം 8 അധ്യായം 28 വാക്യത്തിൽ പൗലോസ് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ യോസഫ് പറയുന്ന പദം ഇതാണ്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്യാൻ ശ്രമിച്ചു, ദൈവമോ അതിനെ ഗുണകരമാക്കി തീർത്തു. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നു. അല്ലേ? വചനം അങ്ങനെയാ പറയുന്നത്. ദൈവം സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. അങ്ങനെ നാം ആരംഭങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പത്തി എന്ന മഹത്തായ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ അവസാന വാക്യം നോക്കുക. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ആദിയിൽ ദൈവം എന്ന പദത്തോടെയാണ്. എന്നാൽ ഇത് അവസാനിക്കുന്നത് ഈജിപ്തിൽ ഒരു ശവപ്പെട്ടി എന്ന വാക്കുമായിട്ടാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമാണിത്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം എന്ന പദം കൊണ്ടാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ഈജിപ്തിൽ ഒരു ശവപ്പെട്ടി എന്ന വാക്കുകളാലാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമായി ആ പുസ്തകം അവസാനിക്കുമ്പോൾ അപ്രകാരം അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഈജിപ്തിലെ ആ ശവപ്പെട്ടിയിൽ നിന്ന് ദൈവം വീഴ്ച സംഭവിച്ച മനുഷ്യന് വീണ്ടെടുപ്പ് സാധ്യമാക്കി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം മുതൽ 50 അധ്യായം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര അധ്യായമുണ്ട്? 50 അധ്യായങ്ങളുണ്ട്. 50 അധ്യായങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉൽപ്പത്തി ആരംഭിച്ചത് ആരംഭങ്ങളുടെ പുസ്തകമാണ് ഉൽപ്പത്തി എന്നൊക്കെ നമ്മൾ തുടക്ക ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ആദ്യ ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ലാത്തവർ ആദ്യ ക്ലാസ്സുകൾ ദയവായിട്ട് യൂട്യൂബിൽ നമുക്ക് ഉണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകളെല്ലാം കാണണം. എങ്കിലേ നമ്മളിപ്പോൾ ഈ പറയുന്ന വാക്കുകളുടെ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ആദ്യം മുതൽ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. ആരംഭങ്ങളുടെ പുസ്തകം എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിനെ വിളിക്കുന്നത്. ആ ആരംഭങ്ങളുടെ പുസ്തകം ആരംഭിച്ചത് ആദിയിൽ ദൈവം എന്ന പദത്തോടെയാണെങ്കിൽ ആരംഭങ്ങളുടെ പുസ്തകം അവസാനിക്കുന്നത് ഈജിപ്തിൽ ഒരു ശവപ്പെട്ടി എന്ന വാക്കുമായിട്ടാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം നമുക്ക് അവസാനിച്ചു. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 66 പുസ്തകങ്ങളിൽ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ ആരംഭം ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ ജനനത്തോടെയാണ് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത്. ഉൽപ്പത്തി ആരംഭങ്ങളുടെ പുസ്തകമാണെങ്കിൽ പുറപ്പാടിനെ ഒരു രാഷ്ട്രത്തിന്റെ ഉത്ഭവത്തെ കുറിക്കുന്ന പുസ്തകമാക്കി നമുക്ക് കണക്കാക്കാം. ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, ഇത് ആരംഭങ്ങളുടെ പുസ്തകം, എല്ലാറ്റിന്റെ ആരംഭം.
ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും മനുഷ്യൻ്റെയും പാപത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ആരംഭമായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം. എന്നാൽ പുറപ്പാട് പുസ്തകം മറ്റൊരാരംഭത്തിന്റെ പുസ്തകമാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഉത്ഭവത്തെ കുറിക്കുന്ന പുസ്തകമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നു പുറപ്പാട് പുസ്തകം. ഇസ്രയേൽ എന്ന രാഷ്ട്രം, ഈ രാജ്യത്തിന്റെ ആരംഭം ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ അതൊരു സമ്പൂർണ്ണ രാഷ്ട്രം എന്ന നിലയിൽ രൂപപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ രാഷ്ട്രത്തെക്കുറിച്ചുണ്ട്. എന്നാൽ ഇതൊരു പൂർണ്ണമായ രാഷ്ട്രമായിട്ട് ഉടലെടുക്കുന്നത്, രൂപപ്പെടുന്നത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ആദ്യത്തെ 15 അധ്യായങ്ങൾ, പുറപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ 15 അധ്യായങ്ങൾ അവർ ഈജിപ്തിൽ അടിമകളായിരുന്നതും അവിടെ നിന്നുള്ള മോചനവുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ലെക്ചർ നോട്ടായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വേദപുസ്തകത്തെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ ഈജിപ്തിൽ അടിമകളായിരുന്നതും അവിടെ നിന്ന് അവർ മോചിപ്പിക്കപ്പെടുന്നതും കാണുന്നു. തുടർന്നുള്ള അധ്യായങ്ങളിൽ അവർക്ക് നിയമങ്ങൾ നൽകുന്നതും മരുഭൂമിയിലെ ജീവിതവും സമാഗമന കൂടാരം നിർമ്മിക്കുന്നതിന്റെ രൂപരേഖകളും ഇതെല്ലാം നമ്മൾ തുടർന്ന് വായിക്കുന്നു. ഈജിപ്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. അടിമകളായിരുന്നിട്ട് കൂടി ഇസ്രായേൽക്കാരെ കുറിച്ച് ഫറവോൻ ആശങ്കപ്പെട്ടിരുന്നു എന്ന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരടിമകളാണ്, പക്ഷെ ഫറവോന് അവരെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ അവർ ഒടുക്കം മത്സരിച്ച് തനിക്ക് വേണ്ടി പണിയെടുക്കുന്നത് നിർത്തിക്കളയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. കാരണം ഈ ജനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ വർദ്ധിച്ച് പെരുകി കഴിയുമ്പോൾ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് നിർത്തിക്കളയുമോ എന്ന് ഫറവോൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഫറവോൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇസ്രയേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വേഗത്തിൽ കൊന്നുകളയണം. ഈ പദ്ധതിയുടെ ആവിർഭാവം പിശാചിൽ നിന്നാണ്. ഈ പദ്ധതി ആരംഭിച്ചത് പിശാചിൽ നിന്നാണ്. മനുഷ്യ ചരിത്രത്തിൽ യഹൂദന്മാരെ കൊന്നൊടുക്കുവാൻ പിശാച് അനേക തവണ ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആദ്യത്തെ സന്ദർഭമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എങ്ങനെയാണ് ദൈവം നമ്മെ സാത്താന്റെ പദ്ധതികളിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ഉൽപ്പത്തി പുസ്തക പഠനത്തിൽ നിന്ന് നാം കണ്ടു. മാത്രമല്ല അതെങ്ങനെ നമ്മുടെ നന്മയ്ക്കായി തീരുമെന്നും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാനിടയായി തീർന്നു. ദൈവം സാത്താന്റെ പദ്ധതികളെ സാത്താനെതിരെ തന്നെ തിരിക്കുകയും അവയെ ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. സാത്താനെ പൂർണ്ണമായി നശിപ്പിക്കുകയോ അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവനെ തടയുകയോ ചെയ്യാൻ തക്കവണ്ണം അവനേക്കാൾ എത്രയോ വലിയ ശക്തനാണ് ദൈവം എന്നാണ് അത് നമ്മളെ കാണിക്കുന്നത്. അതായത് പിശാചിന്റെ പദ്ധതികളോ പിശാചിന്റെ ഇഷ്ടങ്ങളോ അല്ല നിറവേറ്റപ്പെടുന്നത്, അത് ദൈവത്തിന്റെ ഹിതമാണ്. അതിന്റെ കാരണം പിശാചിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ദൈവത്തിന്റെ ശക്തി എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതിലൂടെ മാത്രമല്ല, നമ്മളെ നശിപ്പിക്കുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കൂടിയാണ് ദൈവം തന്റെ ശക്തി നമുക്ക് കാട്ടിത്തരുന്നത്. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് കാൽവറി. കാൽവറി ക്രൂശ് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അവിടെ യേശുവിനെ ക്രൂശിക്കാനായി അവിടുത്തെ ശത്രുക്കളെ സാത്താൻ ഉപയോഗിക്കുന്നു. എന്നാൽ സാത്താന്റെ സമ്പൂർണ്ണ പരാജയം ആ ക്രൂശിൽ തന്നെ സംഭവിക്കാനിടയായിത്തീരുന്നു. എല്ലായ്പ്പോഴും എന്ന പോലെ സാത്താന്റെ പദ്ധതി തിരിച്ചടിക്കുകയാണ്. സാത്താൻ യേശുവിന് നേരെ പ്രയോഗിച്ചത് ദൈവം അവനിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. കണ്ടോ, എത്ര രസകരമാണെന്ന് നോക്കിയേ. ഞാൻ പലപ്പോഴും വേദപുസ്തകത്തിലെ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ
ടോം ആൻഡ് ജെറി കണ്ടിട്ടില്ലേ? ടോം ആൻഡ് ജെറി പോലെ എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഈ പൂച്ച ഭയങ്കര ബുദ്ധിമാനാന്നാ ഇവന്റെ വിചാരം. ഇവൻ പോയി ഓരോ കെണികൾ ഉണ്ടാക്കി വെക്കും. ഓരോ കെണികൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇവൻ അങ്ങോട്ട് ഈ എലിയെ കൊണ്ടുവരാനുള്ള കേക്കുകളും ഒക്കെ വെച്ച് കൊടുത്ത് ഇവൻ എല്ലാ വഴികളും ഒരുക്കി എലിയെ ആകർഷിക്കാനുള്ള സകല പരിപാടി ഒപ്പിക്കും. അവസാനം സംഭവിക്കുന്നത് എന്താ? ടോം ആൻഡ് ജെറി കണ്ടിട്ടുള്ളവർക്കറിയാം. അവസാനം സംഭവിക്കുന്നത് ഈ കേക്ക് മുഴുവൻ വന്ന് എലി തിന്നേച്ച് എലി പോകും. അവസാനം പൂച്ച പതിയെ പമ്മി എലി വീണോ എന്നറിയാൻ വേണ്ടി വന്നിട്ട് അവൻ തന്നെ വന്നാ കെണിക്കകത്ത് വീഴും. ഇതാണ് ഈ ടോം ആൻഡ് ജെറിയിലെ മിക്കവാറും എല്ലാ കഥകളും ഇങ്ങനെ അവസാനിക്കുന്നത്. ഇതുപോലെയാണ് പിശാച്. അവൻ പദ്ധതികളെല്ലാം ഒരുക്കും, അവസാനം അവൻ തന്നെ അതിനകത്ത് കുരുങ്ങും. ഇതിന്റെ നല്ലൊരു ഉദാഹരണമാണ് കാൽവറി ക്രൂസിൽ നമുക്ക് കാണാം. അവന്റെ ആൾക്കാരെ എല്ലാം ശക്തിപ്പെടുത്തി 600 റോമൻ പടയാളികളെ അവൻ സജ്ജരാക്കി നിർത്തി. ചരിത്രം പറയുന്ന 600 പടയാളികൾ യേശുവിനെ ഉപദ്രവിച്ചെന്ന. ഈ 600 പടയാളികൾക്ക് ശക്തി കൊടുത്ത് ഓരോ അടി അടിക്കുമ്പോഴും ഇനി അടിയടാ എന്ന് പറഞ്ഞ് ശക്തി കൊടുത്ത് കൂടെയൊക്കെ നിന്നു. പക്ഷെ ഇവര് കാൽവറി ക്രൂശിൽ കൊണ്ട് യേശുവിനെ ക്രൂശിച്ചു. പക്ഷെ അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി. യേശു സാത്താന്റെ തല ചവിട്ടി അങ്ങ് അരച്ചു. അവന്റെ തലയെ തകർത്ത് കളഞ്ഞു. എല്ലാം അവസാനം ഒപ്പിച്ചോണ്ട് വന്നിട്ട് അവസാനം ആശാന്റെ തലയും പോയി. ഇതാണ് പിശാചിന്റെ പ്രവർത്തനങ്ങൾ. വേദപുസ്തകത്തിൽ നമ്മൾ കാണാം. ഇവൻ പദ്ധതികളെല്ലാം ഒരുക്കിക്കൊണ്ടുവരും. അവസാനം അതെല്ലാം അവന് തന്നെ കെണിയായിട്ട് വരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാമും ദൈവത്തിന്റെ മുമ്പാകെ താഴ്മയിൽ നല്ല മനസാക്ഷിയോടെ നിന്നാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യും. സാത്താനും അവന്റെ കിങ്കരന്മാരും നമുക്കെതിരെ ദോഷത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് നേരെ തന്നെ തിരിഞ്ഞു ചെല്ലും. അങ്ങനെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറാനിടയാകും. ബൈബിളിന്റെ മുഖ്യ സന്ദേശങ്ങളിൽ ഒന്ന് ഇതാണ്. തിരുവഴുത്തുകളിൽ ഉടനീളം ഇത് ആവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഫറവോൻ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ആജ്ഞ കൊടുത്തത് കൊണ്ടാണ് മോശയുടെ അമ്മ മോശയെ ഒരു ചെറിയ കുട്ടയിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നദിയിൽ ഒഴുക്കിയത്. നമുക്ക് ആ സംഭവമൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാങ്ങണ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുകയും അതിൽ കീല് തേച്ച് വെള്ളം കയറാതെ സുരക്ഷിതമായി അങ്ങനെ ഒരു കുട്ടയില് ഈ കുഞ്ഞിനെ ആക്കി നൈൽ നദിയിൽ ഒഴുക്കി, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അത്തരം ദുഷ്ടമായ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചില്ലായിരുന്നെങ്കിൽ അത്തരം ഒരു പ്രവൃത്തി അവൾ ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു ആജ്ഞ പുറപ്പെട്ടത് കൊണ്ടല്ലേ മോശയുടെ അമ്മ മോശയെ പെട്ടകത്തിനകത്താക്കി നൈൽ നദിയിൽ കൊണ്ടുവച്ചത്. അതുകൊണ്ടല്ലേ ബാക്കി സംഭവങ്ങളെല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വെളിപ്പെട്ടു വന്നത്. ദൈവത്തിന്റെ പദ്ധതികൾ എത്ര ശ്രേഷ്ഠമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ അവൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് മോശയെ ഫറവോന്റെ പുത്രി കണ്ടെടുക്കാനും മോശയുടെ കൊട്ടാരത്തിൽ വളരാനും ഇടയായത്. തന്റെ ജീവിതത്തിലെ ആദ്യത്തെ 40 വർഷങ്ങൾക്കുള്ള പരിശീലനം മോശയ്ക്ക് ലഭിക്കാൻ ദൈവം നിയോഗിച്ച സ്ഥലം അതായിരുന്നു. ഫറവോൻ ദോഷകരമായി ആ കൽപ്പന പുറപ്പെടുവിച്ചില്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല. മോശ മറ്റൊരു അടിമയായി വളരുമായിരുന്നു. കണ്ടോ, അടിമകളായിട്ട് എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിശാച് ഫറവോന് ഒരാശയം കൊടുത്തു. ഇതിങ്ങനെ വർദ്ധിച്ച് പെരുകി വരിക, ഇവരെല്ലാം കൂടെ പെരുകി അവസാനം നിന്നോട് യുദ്ധം ചെയ്യും, നിനക്ക് വേണ്ടി ഇവർ ജോലി എടുക്കാതെയാവും, അതുകൊണ്ട് ഇനി ഉണ്ടാകുന്ന ആൺപിള്ളേരെ മുഴുവൻ കൊന്നുകളയണം. പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് വന്നതാരാ? ഈ പിശാച. ഫറവോൻ ആലോചന കൊടുത്തതാരാ? ഈ പിശാച. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് കണ്ടോ, അവന്റെ പദ്ധതികളിലൂടെ തന്നെ ദൈവത്തിന്റെ പദ്ധതി ദൈവം ചെയ്തെടുക്കുകയാണ്. അല്ലെ? ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിലോ മോശക്കുഞ്ഞുണ്ടായേനെ, മോശക്കുഞ്ഞ് വളർന്നു വന്നേനെ, ഒരടിമ മോശയായിട്ട് മോശ വളർന്നേനെ. സാത്താന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ഉദ്ദേശത്തെ എങ്ങനെയാണ് നിറവേറ്റുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് വലിയൊരു പാഠം ഗ്രഹിക്കാനുണ്ട്.
അത് സഭാചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാം. തൻ്റെ ജനത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒരു വ്യക്തിയിലൂടെ ദൈവം അതിന് തുടക്കം കുറിക്കുന്നു. അങ്ങനെ ദൈവം തുടക്കം കുറിച്ച വ്യക്തിയാണ് മോശ. ഈ മോശ കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കി അവരൊരുപാട് വേദനയോടെ, അല്ലേ, ആ അപ്പനും അമ്മയും സഹോദരിയൊക്കെ എന്തേരെ ചങ്കുപൊട്ടി കാണും അവരുടെ സുന്ദരനായ മിടുക്കനായ ഒരു കുഞ്ഞിനെ. ആ നൈൽ നദിയുടെ ഓളങ്ങളിൽ അവൻ മുങ്ങിച്ചാകുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുമ്പോ അവരുടെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും, അല്ലേ? നൊന്ത് പ്രസവിച്ച അമ്മയുടെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഞാൻ സാധാരണ ആ ഭാഗം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ലോക ചരിത്രത്തിൽ സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടിയതിന്റെ പേരിൽ ശമ്പളം മേടിച്ച ഒരേ ഒരമ്മ മോശയുടെ അമ്മ മാത്രം. വേറെ ഒരമ്മയ്ക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞിനെ ഫറവോന്റെ പുത്രി എടുക്കുന്നു. മോശയുടെ സഹോദരി ഞാങ്ങണകൾക്കിടയിൽ ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവളെ ഓടിച്ചെല്ലുന്നു. ഫറവോന്റെ പുത്രിയോട് പറയുന്നു, ഈ കുഞ്ഞിനെ വളർത്താൻ ഞാനൊരു സ്ത്രീയെ കൊണ്ടുവരാം, ഇതിനെ മുലയൂട്ടുവാൻ ഒരു സ്ത്രീയെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ അവൾ ഓടുന്നു. അവൾ വീട്ടിൽ ചെന്ന് അവളുടെ അമ്മയെ കൊണ്ടുവരുന്നു. അതായത് മോശയുടെ അമ്മയെ തന്നെ കൊണ്ടുവരികയാ മോശക്കുഞ്ഞിനെ നോക്കാൻ. മാസാമാസം കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം കൈപ്പറ്റി കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ വളർത്താൻ, കൊട്ടാരത്തിൽ വളർത്താൻ ഭാഗ്യം ലഭിച്ച അമ്മയായിരുന്നു മോശയുടെ അമ്മ. അവരുടെ ഹൃദയം എന്തുമാത്രം അന്ന് തകർന്നിട്ടുണ്ടാവും. ആ തകർച്ചകളെ മുഴുവൻ ദൈവം സന്തോഷമാക്കി മാറ്റി. പ്രിയമുള്ളവരെ, ഇതിലൊരു ദൂതുണ്ട്. നിങ്ങൾ തകർന്ന അതേ വിഷയത്തിൽ തന്നെ, നിങ്ങൾ വേദനിച്ച അതേ വിഷയത്തിൽ തന്നെ ദൈവം നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ചില മാന്യതകൾ ഒരുക്കും എന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഇസ്രായേല്യരെ വിടുവിക്കുവാൻ അനുയോജ്യനായ ഒരുത്തനെ ദൈവത്തിന് കണ്ടെത്തേണ്ടിയിരുന്നു. ആ മനുഷ്യനുള്ള പരിശീലനം 80 വർഷം നീണ്ടു നിന്നു. 80 വർഷം. അതൊരു ഔപചാരിക വിദ്യാഭ്യാസം മാത്രമായിരുന്നില്ല. മോശ ഈജിപ്തിലെ ഏറ്റവും നല്ല കലാശാലകളിൽ അവൻ വിദ്യാഭ്യാസം നേടി. അവനൊരു അടിമയായിരുന്നെങ്കിൽ അവനത് ലഭിക്കുമായിരുന്നു? ഒരിക്കലും കിട്ടത്തില്ല. അവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നതുകൊണ്ടാണ് ഈജിപ്തിലെ ഏറ്റവും നല്ല കലാശാലകളിൽ അവൻ വിദ്യാഭ്യാസം നേടി. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അത് മതിയാകുമായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 7 മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു എന്ന് സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്ന്. 40-ാം വയസ്സിൽ മോശ കരുത്തനും വാത്മീകിയുമായി തീർന്നു. അവനൊരു വലിയ സൈനിക നേതാവും ധനികനും അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും നല്ല കലാലയങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയുമായിരുന്നു. ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ഈജിപ്റ്റ് ആയിരുന്നു. അവിടുത്തെ എല്ലാ ആയോധന കലകളും അഭ്യസിച്ചവനായിരുന്നു മോശ. എന്നാൽ അതിൻ്റെ എല്ലാം ഒടുവിൽ ദൈവത്തിന്റെ വേലയ്ക്ക് തികച്ചും അയോഗ്യനാണെന്ന് മോശ സ്വയം കണ്ടെത്തിയത് തങ്ങളെ വിമോചിപ്പിക്കാൻ ദൈവം തന്നെ എഴുന്നേൽപ്പിച്ചു എന്ന് ഇസ്രായേല്യർ അംഗീകരിക്കുമെന്ന് മോശ വിചാരിച്ചു എന്നാണ് സ്തേഫാനോസ് പറഞ്ഞത്. എന്നാൽ അവനെ തങ്ങളുടെ നേതാവായി കാണാൻ അവർ വിസമ്മതിച്ചു. ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയ നിയോഗത്തിന് ലോകത്തിൽ നിന്ന് നേടിയ വിദ്യാഭ്യാസവും കഴിവുകളും തന്നെ ഒരുക്കുന്നില്ല എന്ന് മോശ ഗ്രഹിച്ചു. ഇന്ന് ധാരാളം ക്രിസ്ത്യാനികൾ നല്ല വേദപരിജ്ഞാനമുള്ളതിനാൽ ദൈവത്തിന്റെ വേല തങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. അതോടൊപ്പം സംഗീതത്തിലുള്ള കഴിവും ധനവും. എന്നാൽ അവർക്ക് തെറ്റിയിരിക്കുന്നു. അവർ മോശയുടെ ജീവിതത്തിൽ നിന്ന് ഈ പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. 40 വർഷം ഈ ലോകം പകർന്നു നൽകിയ അതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ടതൊന്നും ദൈവത്തിന്റെ വേലയ്ക്കായി അവനെ ഒരുക്കിയില്ല. അടുത്ത 40 വർഷം
കൊട്ടാരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ മരുഭൂമിയിൽ ദൈവത്തിന് അവനെ അയക്കേണ്ടി വന്നു. മോശയുടെ ജീവിതം 40കളുടെ 3 ഘട്ടങ്ങളായിട്ട് വേദപുസ്തകത്തെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാനത് വേഗത്തിൽ പറയാം. 1-ാം ഘട്ടം ഫറവോന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ 40 വർഷം. അതിനുശേഷം മരുഭൂമിയിൽ കഴിഞ്ഞ 40 വർഷം 2-ാം ഘട്ടം. 3-ാം ഘട്ടം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷം 3-ാം ഘട്ടം. 3 40കളുടെ 3 ഘട്ടങ്ങളാണ് മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഈ 3 ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മോശയുടെ ജീവിതത്തെക്കുറിച്ചും ഈ ഭാഗത്തെക്കുറിച്ചും പഠിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ 2-ാമത്തെ മോശയുടെ ഘട്ടമാണ് മരുഭൂമിയിൽ. ദൈവത്തിന് അവനെ മരുഭൂമിയിലേക്ക് അയക്കേണ്ടി വന്നു. അവൻ ഒരുക്കപ്പെടാൻ. അവൻ മാനുഷിക ബലം പ്രാപിച്ചവനായിരുന്നു. ആയോധന കലകളെല്ലാം അവൻ അഭ്യസിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ പ്രാപ്തമായിരുന്നില്ല. അവനിലെ മാനുഷിക ബലം ദൈവത്തിന് തകർക്കേണ്ടിയിരുന്നു. 40 വർഷം തൻ്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കുക എന്ന ജോലിയിലൂടെയാണ് മോശയിൽ ദൈവം ആ ലക്ഷ്യം കണ്ടെത്തിയത്. നിങ്ങൾ ഓർത്തു നോക്കിയേ, ആദ്യത്തെ 40 വർഷം രാജകീയ ജീവിതം, അടുത്ത 40 വർഷം ആടുകളെ മേയ്ക്കുന്ന ഒരുവനായിട്ട്, അതും സ്വന്തമല്ല, അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കുക എന്ന ജോലിയിൽ താനായിരുന്നു. അമ്മായിയപ്പന്മാരോടൊപ്പം 1 വർഷം കഴിക്കുന്നത് തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു കാര്യമാണ്, അല്ലേ? അമ്മായിയമ്മയുടെ കൂടെ നമ്മുടെ ഭാര്യ നിൽക്കും, പക്ഷെ നമ്മള് അമ്മായിയപ്പന്റെ കൂടെ 1 വർഷമെങ്കിലും നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യാപിതാവിനോടൊത്ത് ജീവിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ജോലി എടുക്കുകയും ചെയ്യുക എന്നത് അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തികച്ചും താഴ്ത്തപ്പെടുന്ന ഒരു അനുഭവമാണത്. എന്നാൽ ദൈവം മോശയെ നുറുക്കിയത്, മോശയെ തകർത്തത് അപ്രകാരമായിരുന്നു. കാരണം മോശയിൽ ഉടയപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെയെല്ലാം ദൈവം ഈ 40 വർഷ കാലഘട്ടത്തിൽ ദൈവം അതിനെയെല്ലാം നുറുക്കി തകർത്ത് കളയാനിടയായി തീർന്നു. യാക്കോബിനെയും ദൈവം നുറുക്കിയത് അപ്രകാരമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. അവനും 20 വർഷക്കാലം അമ്മായിയപ്പനോടൊത്ത് കഴിയേണ്ടി വന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ദൈവം അമ്മായിയപ്പന്മാരെയും അമ്മായിയമ്മമാരെയും തൻ്റെ മക്കളെ നുറുക്കുവാൻ ഉപയോഗിക്കുന്നു. അമ്മായിയമ്മപ്പോരൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തോണം, ദൈവം നമ്മളെ ഒന്ന് നുറുക്കാൻ, ഒന്ന് തകർക്കാൻ ദൈവം ഉപയോഗിക്കുന്നതാണെന്ന് അന്നേരം ഓർത്തോണം, അല്ലേ? നമ്മുടെ ക്ഷമ പരീക്ഷിക്കണമെങ്കിൽ വഴക്കാളിയായ ഒരു അമ്മായിമ്മ നമുക്ക് വേണം, അല്ലേ? ഉണ്ടെങ്കിലേ എനിക്ക് എത്രമാത്രം ക്ഷമയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈജിപ്തിലെ കലാലയങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മരുഭൂമിയിൽ നിന്ന് മോശ പഠിച്ചു. ആടുകളെ പാലിച്ചും തൻ്റെ ഭാര്യാപിതാവിന് വേണ്ടി ജോലി ചെയ്തും അവൻ 40 വർഷം മുൻപോട്ട് പോയി. ഒരിക്കൽ സമർത്ഥനായ വാത്മീകിയായിരുന്നു അയാൾ. ഇസ്രായേലിന്റെ വിമോചകൻ എന്ന് സ്വയം മതിച്ചയാളായിരുന്നു. അവൻ ഇപ്പൊ പറയുക, കർത്താവേ, ഞാൻ പ്രാപ്തനല്ല, എനിക്ക് സംസാരിപ്പാൻ കഴിവില്ല. വാക്ചാതുര്യമുണ്ടായിരുന്ന, വാക്സാമർത്ഥ്യമുണ്ടായിരുന്ന, വാഗ്മിയായിരുന്ന മോശ ഇപ്പൊ പറയുക, കർത്താവേ, ഞാൻ പ്രാപ്തനല്ല, എനിക്ക് സംസാരിപ്പാൻ കഴിവില്ല. നിന്റെ ജനത്തെ നയിക്കാൻ മറ്റാരെയെങ്കിലും അയക്കണമേ. അപ്പൊ ദൈവം പറഞ്ഞു, ഒടുവിലിതാ നീ ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കുമെന്ന്. 4-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബിൽ നിന്നും മോശയിൽ നിന്നും നാം പഠിക്കേണ്ടുന്ന ഒരു പാഠം എന്താണ്? അതിതാണ്, നിങ്ങൾ ഒരുക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ അങ്ങനെ ആയിട്ടില്ല. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ ശക്തനുമാണ്.
നിങ്ങൾക്ക് അറിവുമുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാനും പാടാനും സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും ദൈവത്തിന് വേണ്ടി അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കാനും കഴിവുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, നിങ്ങളായിട്ടില്ല. നീ നുറുക്കപ്പെടുന്നതുവരെ എനിക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. യാക്കോബിനെ സംബന്ധിച്ച് അത് 20 വർഷമായിരുന്നു. മോശയ്ക്ക് അത് 40 വർഷവും, പത്രോസിന് അത് 3 വർഷവും, പൗലോസിന് 3 വർഷവും. നമ്മെ സംബന്ധിച്ച് ഇത് എത്ര നാളായിരിക്കും? നമ്മുടെ അനുസരണം പോലെ ഇരിക്കും. കർത്താവിന്റെ കരങ്ങൾക്ക് കീഴിൽ താണിരിക്കാൻ എത്ര വേഗം നാം പഠിക്കുന്നുവോ അത്രയും വേഗം അത് സാധിക്കും. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പോകാൻ എത്ര വർഷം നമുക്ക് ആവശ്യമുണ്ട്? എല്ലാ വർഷവും കൃത്യമായി ജയിക്കുന്നു എങ്കിൽ 12 വർഷം എടുക്കും. എന്നാൽ അത് 16 വർഷം കൊണ്ട് പാസ്സാകുന്നവരുണ്ട്. ചില വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ 5 വർഷത്തെ ബിരുദം 10 വർഷം കൊണ്ടാണ് നേടുന്നത്. എത്ര വേഗം പാഠങ്ങൾ പഠിക്കുന്നുവോ അത്ര വേഗം മാത്രമാണ് ഒരാൾ പാസ്സാകുന്നത്. ക്രിസ്തീയ ജീവിതത്തിലും അത് അങ്ങനെ തന്നെയാണ്. 12-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരം ആയിരുന്നു എന്നാണ്. 430 സംവത്സരം. ഉൽപ്പത്തി 15:13 ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പ്രവാസികളായിരിക്കും എന്നരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ അത് 430 വർഷമായിട്ട് നമ്മൾ കാണും. അന്ന് 400 വീണ്ടും അത് ദൈവം കൂട്ടി 30 വർഷം കൂടെ കൂട്ടി 430 വർഷമായി. എന്താ കാര്യം? ദൈവത്തിന് തെറ്റുപറ്റിയോ? ഇല്ല. ദൈവം തന്റെ സമയ പട്ടികയിൽ കണിശക്കാരൻ തന്നെയാണ്. ദൈവം ഒരു കണക്ക് പറഞ്ഞാൽ അത് കൃത്യം തന്നെയാണ്. ദൈവം തെറ്റുകൾ വരുത്താറില്ല. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചുള്ള തന്റെ സമ്പൂർണ്ണ ഹിതം വെളിപ്പെടുത്തിയിരുന്നു. അത് ഈജിപ്തിൽ 400 വർഷം പ്രവാസികളായിരിക്കണമെന്നതായിരുന്നു. പിന്നെ എന്തുകൊണ്ട് 30 വർഷം കൂടുതൽ അവിടെ കഴിയേണ്ടി വന്നത്? അതിനുത്തരം കണ്ടെത്തുന്നതിന് നമുക്ക് വേറൊരു ഉദാഹരണം കൂടെ പരിശോധിക്കാം. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിയരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 2 വർഷം കൊണ്ട് മരുഭൂമി കടക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ മരുഭൂ പ്രയാണം യഥാർത്ഥത്തിൽ എത്ര വർഷമെടുത്തു? 40 നീണ്ട വർഷങ്ങൾ. നിങ്ങളെ 2 വർഷം കൊണ്ട് നുറുക്കാനായിരിക്കും ദൈവിക പദ്ധതി. എന്നാൽ അത് ഫലത്തിൽ 40 വർഷം നീണ്ടുപോയേക്കാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം 2-ാം വർഷം മുതൽ നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നിരിക്കാം. എന്നാൽ 40 വർഷം തനിക്കത് കഴിയാതെയും വരാം. ഇതൊക്കെ നിങ്ങൾ എത്ര വേഗത്തിൽ നുറുക്കപ്പെട്ടു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മളിൽ തകർക്കപ്പെടേണ്ട മേഖലകൾ, ഉടയപ്പെടേണ്ട മേഖലകൾ എത്രയും പെട്ടെന്ന് ഉടയപ്പെടുന്നോ അത്രയും പെട്ടെന്ന് ദൈവഹിതത്തിലേക്ക് നമ്മൾ എത്തപ്പെടും എന്നതാണ് ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 400 വർഷം ഈജിപ്തിലായിരിക്കണമെന്നായിരുന്നു ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവഹിതം. എന്നാൽ അവർക്ക് 430 വർഷങ്ങൾ അവിടെ താമസിക്കേണ്ടി വന്നു. അവരുടെ നേതാവായ മോശയുടെ ഒരുക്കപ്പെടലിന് വന്ന കാലതാമസമായിരുന്നു അതിന് കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോശ 40-ാം വയസ്സിൽ മിദ്യാനിലേക്ക് പോകുമ്പോൾ 10 വർഷം കൊണ്ട് അമ്മായപ്പന് കീഴിൽ ഒരുക്കപ്പെടും എന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ 50-ാം വയസ്സിൽ അവനെ ഇസ്രായേലിന്റെ നേതാവായി അയക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ 10 വർഷം കൊണ്ട് മോശ തന്റെ പാഠങ്ങൾ പഠിച്ചില്ല. തന്റെ ഭാര്യാപിതാവിന് അവനെ കൂടുതൽ നുറുക്കേണ്ടതായി വന്നു. ആ സംവത്സര പാഠ്യപദ്ധതി പൂർത്തീകരിക്കാൻ മോശയ്ക്ക് 40 വർഷം വേണ്ടി വന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് 30 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നു. ദൈവം നുറുക്കപ്പെട്ട മനുഷ്യരെ ആശ്രയിച്ചാണ് തന്റെ വേല ഭൂമിയിൽ നടത്തുന്നതെന്ന് ഇത് നമുക്കൊരു സന്ദേശവും മുന്നറിയിപ്പുമാണ്. നമ്മുടെ 7-ാമത്തെ ക്ലാസ് ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്യണം.
യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നവരോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ദയവായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ കടന്നു വരണം. കാരണം നിങ്ങൾക്ക് നോട്ട്സ് കൂടെ ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഈ വീഡിയോടൊപ്പം ഞങ്ങളുടെ നമ്പരും ഞങ്ങൾ ഇടുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. സൂമിലുള്ളവരോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾക്ക് നോട്ട് ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ട് തരുന്നതാണ്. ആ നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ല എങ്കിൽ നിങ്ങൾ പ്രിന്റ് ഔട്ടായിട്ട് അത് എടുത്ത് നിങ്ങളത് 2-3 വട്ടമെങ്കിലും ആ ക്ലാസ് ഓരോ ക്ലാസ്സുകളും നിങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതുപോലെ നമ്മൾ പഠിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ നിങ്ങളത് വായിക്കണം. നിങ്ങൾ നന്നായി അത് വായിച്ച് മുൻപോട്ട് വരുമ്പോൾ ഈ ക്ലാസ്സുകൾ നന്നായിട്ട് വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുകൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന്. നിങ്ങൾ വളരെ തിരക്കുകളുള്ള ആളുകളാണ്, ജോലികൾ ചെയ്യുന്നവരാണ്. അതിൻ്റെ ഇടയിലും നിങ്ങൾ ഈ സമയം മാറ്റിവെച്ച് ദൈവവചനം പഠിക്കാൻ നിങ്ങൾ കണ്ടെത്തുന്ന സമയം നിശ്ചയമായും ഇത് പാഴായി പോകത്തില്ല. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുന്നത് പോലെ വേനൽക്കാലത്ത് സൂക്ഷിച്ചു വെച്ച് തണുപ്പ് സമയത്ത് അത് ഉപയോഗിക്കുന്നവരായി തീരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആശംസയോടെ നമ്മുടെ 7ാമത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ